തീർത്തിട്ട് നമുക്ക് ചെയ്ത് തീർത്തിട്ട് ഞാൻ പ്രോമിസ് ചെയ്യുന്നു. ഇനി എത്ര സ്ട്രീം ചെയ്യാൻ ബാക്കിയുള്ള 4 3 അത് ഞാൻ വെട്ടിക്കുറച്ച് 2 ആക്കാൻ നോക്കും. ഓക്കെ, ഒരാഴ്ചൻ്റെ പ്രോ സ്ട്രീമിൻ്റെ പരിപാടി ഞാൻ ചെയ്ത് തീർത്തിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തരുന്നത്. ഞാൻ ഈ റൂട്ടറിൽ ഇനി പ്രോ എന്ന് പറഞ്ഞ പരിപാടി ഞാൻ ചെയ്യൂല. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഭാഗത്തേക്ക് വരില്ല. എനിക്കിത് ഇഷ്ടമല്ല സത്യം പറയാം. 2 ദിവസം ചെയ്യാണ്ടിരിക്കാൻ തന്നെ കാരണം ഇതാണ്, എനിക്ക് പ്രോ ചെയ്യാനുള്ള താല്പര്യമില്ല. ഞാൻ സത്യം പറയാം, എൻ്റെ ഉമ്മ സത്യം എനിക്ക് താല്പര്യമില്ലാത്ത കേസാണ് ഇത്. പിന്നെ ഈ കോൺട്രാക്റ്റിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ തീർക്കണം എന്നുള്ള ലെവലാണ്. ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത് എന്തെങ്കിലും ഞാൻ ഇതുവരെ തെറ്റിച്ചിനാ. ഓക്കെ, ഈ ഞാൻ ഒരാഴ്ചൻ്റെ സംഭവം ഞാൻ പറഞ്ഞില്ലേ, ഇതങ്ങ് ചെയ്ത് തീർത്താൽ ഇനി നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ ഈ പരിപാടിയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരില്ല. ഓക്കെ, ഇത് ഞാൻ ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തുകൊണ്ട് മാത്രമേ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഓൾറൈറ്റ്, പറഞ്ഞുതരാം. ഈജിപ്തിൻ്റെ അപ്ഡേറ്റ്സ് പറഞ്ഞുതരാം. മമ്മൂനെ കൊണ്ടുപോകുന്നില്ല. മമ്മൂക്ക് പാസ്പോർട്ട് പോയിട്ട് റേഷൻ കാർഡിൽ വരെ ഈ നായിൻ്റെ മോൻ്റെ പേരില്ല. അപ്പം മമ്മൂനെ കൊണ്ടുപോകുന്നില്ല. ഓക്കെ, പ്രോ വേണ്ട, പ്രോ യൂട്യൂബ് വാ ബ്രോ ഞാൻ പറഞ്ഞില്ല ബ്രോ, ഇത് ചെയ്ത് തീർക്കട്ടെ. ഞാൻ കാര്യം പറയാം. ഞാൻ നിങ്ങളോട് ഒരാഴ്ച പ്രോ ചെയ്തിട്ട് പിന്നെ യൂട്യൂബിലേക്ക് വരുന്ന വാക്ക് തന്നിനെങ്കിൽ യൂട്യൂബിലേക്ക് വന്നിരിക്കും. ഓക്കെ, ഇത് ചെയ്ത് തീർക്കാണ്ടൊക്കെ യൂട്യൂബ് ചെയ്യാൻ പറ്റില്ല, പണി കിട്ടും. മനസ്സിലാവും, ലീഗൽ സീൻസ് വരും. ജിൻഡോനെ സ്ട്രീമിൽ കൊണ്ടുവരണേ. ഇനി എന്താ പറയുന്നത്, ജിൻഡോനെ ഫസ്റ്റ് വേണം എൻ്റെ മോനെ ഫസ്റ്റ് കൊണ്ടുവന്ന പേയ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ എനക്കൊന്ന് ആ പൈസക്ക് വേറെ ആരും കൊണ്ടുവരുന്നല്ലേ നല്ലത്. ജിൻഡോനെ കൊണ്ടുവരണം വേണ്ടല്ലോ. OG ഗ്രൂപ്പ് നോക്കുന്ന OG ഗ്രൂപ്പിൽ എന്താ OG ഗ്രൂപ്പ് ഇവരാരാടാ? നെവിന പെണ്ണ? ഇവൻ ആരെയാടെ? ഇവനെന്തിനായി കഷ്ടപ്പെടുന്നു? ഇവനെ നമുക്ക് വിളിക്കാം. പിന്നെ എടുക്കാൻ നോട്ടെ. എടാ OG ഗ്രൂപ്പ് എന്നും പറഞ്ഞിട്ട് ഞാൻ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ട് അതിൽ നടക്കുന്ന കോൺവേഴ്സേഷൻ ഇതല്ല. ഹലോ ബ്രോ, OG ഗ്രൂപ്പിലൊരു എരക്കൽ മെസ്സേജ് കണ്ടിന്. അതിൻ്റെ ഒരു കാര്യങ്ങൾ തിരക്കാൻ വേണ്ടിട്ട് വന്നതാണ്. നിങ്ങൾ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നോ? എരക്കലിന് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നോ? എന്താടാ നീ ഗ്രൂപ്പിലുള്ള ആൾക്കാരോട് ഇറക്കുന്നാ നീ? എടാ നീ എല്ലാം OG ആണോടാ? നിനക്ക് OG എന്ന് പറയാനുള്ള യോഗ്യത ഉണ്ടാടാ? എടാ എന്താ അത്യാവശ്യമാണ് ഞാൻ പറയട്ടെ, ഇറക്കാൻ പറ്റില്ല. മനസ്സിലാ? നിനക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നീ പബ്ലിക്ക് പോയിട്ട് ഇറക്കാൻ പറ്റില്ല. നീ OG മെമ്പറാ, മനസ്സിലാ? നീ OG സ്ക്വാഡിലെ മെമ്പറാണ്. നീ എന്നോട് വന്ന് ചോദിക്കണം, മനസ്സിലാ? ഞാൻ അയച്ചുതരാം. ഓക്കെ, അത് കോപ്പിറൈറ്റ് നമ്മൾ ലൈവായിട്ടാണ് മെയില് ചെയ്തത്. അറിയോ? സ്റ്റാർ സ്പോർട്സ് മാത്രം ടെലികാസ്റ്റ് ചെയ്യുന്ന സാധനം നമ്മൾ ലൈവായിട്ടാണ് ഇവിടെ മൊത്തം ഇരുന്ന് കണ്ടത്. ലോകത്ത് ആരും ചെയ്യൂല അത്. ഞാൻ അത്രയും വലിയ റിസ്ക് എടുത്തത്. അത് കോപ്പിറൈറ്റ് അടിച്ച് സീനായിട്ടാ ഉള്ളത്. നിനക്കില്ലേ? നിനക്കെന്താ വേണ്ട പ്രോ? നീ മാക്കിന് മെസ്സേജ് ആക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ എടാ മാക്കാ യോ മാക് ഈ ചെക്കന് പ്രോ എടുത്തു. എടാ ഇനി ഞാൻ ഒരു കാര്യം പറയല്ലോ, OG സ്ക്വാഡിലുള്ള ബാക്കി എല്ലാ ചെക്കനും സംസാരിച്ചിട്ട് പ്രോ എടുത്തു. എടാ OG സ്ക്വാഡിലുള്ളവരോടെ ഞാൻ പറയുന്നത്, നിങ്ങൾ വന്നിട്ട് ഗ്രൂപ്പിൽ വന്നിട്ട് ഇറക്കുന്ന പരിപാടി നിർത്തണം. നിങ്ങൾ ഈ OG സ്ക്വാഡ് എന്നും പറഞ്ഞിട്ട് ഞാൻ കയറ്റിയത് മൂഞ്ചാനല്ല. നിങ്ങളെ പ്രശ്നം എൻ്റെയും കൂടി പ്രശ്നമാണ്. നിങ്ങൾ അത് ചിന്തിക്കണം, മനസ്സിലാവും? ബാക്കിയല്ലോ ഓക്കെ. OG സ്ക്വാഡിലെ പിള്ളേർ പ്രോക്ക് വേണ്ടിയിട്ട് ഇറക്കാൻ പറ്റില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക, മനസ്സിലാവും? അല്ലാണ്ട് കണ്ട നാട്ടുകാരുടെ മുന്നിലല്ല, അല്ല ആൾക്കാരുടെ മുന്നിൽ പോയിട്ട് ഇറന്നിട്ടല്ല ഇത് പ്രോ വാങ്ങാൻ വേണ്ടിയിട്ട് 45 ഉറുപ്പിക ഉണ്ടാക്കരുത്. എവിടെ പ്രോ എടുപ്പിച്ച് പറ്റിക്കുന്നോന്ന്? എന്താടാ പറ്റിച്ചത്?
ലൊട്ടെ ഞാൻ പറഞ്ഞല്ലോടാ ഒരാഴ്ച എടാ ഞാൻ ഈ റൂട്ടർ സ്ട്രീം തുടങ്ങുന്ന ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. റൂട്ടർ സ്ട്രീം തുടങ്ങുന്ന ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിൽ സ്ട്രീം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതിൽ കുറച്ച് ഭാഗം പ്രോ ചെയ്യേണ്ടി വരും. എന്തായാലും ഞാൻ ഇപ്പം ചെയ്തില്ല, കുറച്ച് കാലം കഴിഞ്ഞിട്ടാലും ഞാൻ പ്രോ അത് ചെയ്യേണ്ടി വരും. കാരണം ഞാൻ സൈൻ ചെയ്ത കോൺട്രാക്റ്റിൽ അതുണ്ട്. ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. ഓക്കെ, ഇതൊന്ന് ചെയ്ത് തീർത്തോട്ടെ മുത്തേ. ഇനി ഈ പരിപാടി എന്നും പറഞ്ഞ് ഞാൻ വരൂല. സത്യം പറഞ്ഞാൽ കുടുങ്ങിപ്പോ ഞാൻ കുഴിയിൽ വീണതാ. എൻ്റെ ഉമ്മ സത്യം ഞാൻ കുഴിയിൽ വീണതാ. ഇതൊന്ന് ചെയ്ത് തീർത്ത് ഞാൻ ഈ പ്രോ എന്ന് പറഞ്ഞ പരിപാടി ഇങ്ങനെ നിങ്ങളെ മുന്നിലേക്ക് വരില്ല. എൻ്റെ ഉമ്മ സത്യം ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ മടുത്ത്, സത്യം പറയാം, എനിക്ക് മടുത്ത്. ഓജി എന്താ അവിടെ ഓജി എന്താണെന്ന് അറിയില്ല. അവിടെ ഓജി എന്ന് പറഞ്ഞാൽ ആരും കാര്യം പറയട്ടെ. അമ്മ ഈ പ്രോ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാതിരാത്രി ഏതോ ഒരു 2 മണിയോ 3 മണിക്കാർ പ്രോ സ്ട്രീം ചെയ്യുമ്പോൾ കുറച്ച് 150 ആൾക്കാർ, അത്രയും കുറച്ച് ആൾക്കാർ, 145 ആൾക്കാരാണ് മറ്റോ ലൈവ് വാച്ച് ചെയ്തു. അപ്പൊ അവര് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫുൾ ലൈവ് കാണുന്ന, മനസ്സിലാവും, ഫസ്റ്റ് മുതലേ നമ്മളെ ലൈവ് കാണുന്ന OG സ്ക്വാഡാണ്, മനസ്സിലാവും. അപ്പൊ അവരെ വെച്ചിട്ട് ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഗ്രൂപ്പിൽ ഞാൻ ചാറ്റിൽ ഇട്ട് കൊടുത്ത് അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ ആ 150 ആൾക്കാർ അങ്ങനെ എന്തോ ഉള്ളത്, 150 160 അങ്ങനെ എന്തോ ഉള്ള ആൾക്കാർ, അവരെ വെച്ച് നമ്മളെ OG സ്ക്വാഡ്, OG ഫാൻസ്, മനസ്സിലാവും, അതാണ് OG സ്ക്വാഡ്. അത്രേ ഉള്ളൂ. 1 വീക്ക് പ്രോ എടുത്തു, ബട്ട് 2 days ലൈവ് ഇല്ല. ഊമ്പിച്ചടാ, സോറി. എന്നിട്ട് 1 വീക്ക് കഴിഞ്ഞോ? എന്ത് സംഭവം? എന്ത് 1 വീക്ക് കഴിയാൻ സാധ്യതയില്ല. 5 ദിവസമല്ലേ ആയിട്ടുള്ളൂ ഞാൻ പ്രോ തുടങ്ങിയിട്ടല്ലേ. 1 വീക്ക് കഴിഞ്ഞോ? ഞാൻ മറന്നുപോയി. ഞാൻ കുറേ ദിവസം മിസ് ചെയ്തില്ല. ഞാൻ 2 ദിവസമല്ലേ, ഞാൻ 3 ദിവസം ലൈവ് ചെയ്യാണ്ടെന്നല്ലേ. ഓ ഫാക്ക്, സത്യം പറയാ. നോർമൽ ലൈവ് ആണെങ്കിൽ ഞാൻ ഡെയിലി വരുവാടാ. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറഞ്ഞിരുന്ന കാര്യമില്ല. ഞാൻ നോർമൽ സ്ട്രീം ചെയ്യുന്ന ദിവസം എങ്ങനെയാ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ. നോർമൽ സ്ട്രീം ചെയ്യുന്ന ദിവസം ആ പനിച്ച ടൈം ഞാൻ കുറച്ച് 2 ദിവസം ലൈവ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും എനിക്ക് ആവേശമാണ്, മനസ്സിലാവും. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ പാഷനാണ്, നിങ്ങൾ അത് മനസ്സിലാക്കണം. ഞാൻ ഓടി വരും. പക്ഷെ ഇത് ഈ പ്രോമോ ഇത് എനിക്ക് ഇഷ്ടമല്ല, സത്യം പറയാം. എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ മൂഡ് കിട്ടുന്നില്ല, അതാ പ്രശ്നം. പിന്നെ വെച്ചാൽ ഈജിപ്തിലേക്ക് വന്നിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതായത് ഇന്നലെ സ്ട്രീം മിഞ്ഞാന്നും അതിൻ്റെ തലേന്നും എനിക്ക് മൂഡില്ലാത്തതുകൊണ്ട്, പക്ഷെ ഇന്നലെ എനിക്ക് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ വെച്ചാൽ മുത്തേ നമ്മ വീട് മാറിയ നാളെ, അത് പറയാൻ പറഞ്ഞു. എടാ മൊത്തം അപ്ഡേറ്റ്സ് ഇതെല്ലാം പറയാൻ പറ്റില്ലേ? ഏത് അതെല്ലാം പറഞ്ഞു, ഈജിപ്ത് പറഞ്ഞു. അതൊന്നും പിള്ളേർക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. ഞാൻ സംഭവം അറിയാം, പ്രോ സ്ട്രീം ആയിക്കോണ്ടാ. നമ്മളെ നോർമൽ സ്ട്രീം ആണെങ്കിൽ കുറെ ആൾക്കാർ കാണാനുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ആവേശം ഉണ്ടാവും, മനസ്സിലായി. ഈ പ്രോ ആയിക്കോണ്ടാണ് നമ്മൾ ഇത്രയും വലിയ അനൗൺസ്മെന്റ് നടത്തിയിട്ടും. പക്ഷെ എനക്കൊരു ആവേശമില്ല, സത്യം പറഞ്ഞത്, മനസ്സിലാ. അതിന്റെ ഒരു തീരട്ടെ. ഓക്കെ, ഇതങ്ങ് തീർത്തി നമുക്ക് യൂട്യൂബിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. മുത്തേ വീട് മാറിയോ? ഇല്ല, വീട് മാറിയിട്ടില്ല മുത്തേ. വീട് മാറാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. ഒരു വീട് സെറ്റ് ആയിട്ടുണ്ട്, വീട് മാറാൻ പോയെന്ന്. ഓക്കെ, യോ മിസ്റ്റേക്ക് ടു ഓപ്പി, വാട്ട്സ് അപ്പ് മൈ ബോയ്, വാട്ട്സ് അപ്പ് മൈ ഹോമി, ലെറ്റ്സ് ഗോ. 1000 ഡാമേജ്, ലെറ്റ്സ് ഗോ. അവിടെ മിസ്റ്റേക്ക് ആണ് നമ്മളെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്നല്ല, വൺ ഓഫ് ദ ഫസ്റ്റ് OG സ്ക്വാഡിലെ വൺ ഓഫ് ദ ഫസ്റ്റ് മെമ്പർ. എനിക്കൊന്ന് മിസ്റ്റേക്ക് ടു ഓപ്പി പറഞ്ഞിട്ടാന്ന് തോന്നുന്നു നമ്മൾ ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്, അല്ല രൂപ ത്രൂ ഗൂഗിൾ പേ. മച്ചാനെ ക്ഷീണിച്ചില്ലോ, തുട ഒക്കെ കുറഞ്ഞു, ഒന്ന് തിന്ന് കൊഴുക്ക മച്ച. അമീന് എല്ലാ ദിവസവും വരുന്നേക്ക് ഇവര് ഞാൻ പറഞ്ഞ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരെ ഞാൻ പറഞ്ഞ. അമീന്, മിസ്റ്റേക്ക്, കുഞ്ഞാണി, പിന്നെ എന്തായിരുന്നു അനന്യ, എപ്പോൾ സൂപ്പർ ചാറ്റ് ഒരു അനന്യ ഉണ്ട്, പിന്നെ ഒരു ജ്യോതി, അത് തള്ളയത്. അത് എനിക്ക് തോന്നുന്നത് ഏതോ അമ്മേൻ്റെ അക്കൗണ്ടിൽ ഞാൻ ആ അക്കൗണ്ട് ഞാൻ നോക്കിയാണ്. എൻ്റെ സൂപ്പർ ചാറ്റ് വരുന്ന ആ അക്കൗണ്ട് ഞാൻ എടുത്ത് നോക്കി. എനിക്ക് തോന്നുന്നില്ല അതൊരു പെണ്ണാന്ന്. അത് ജ്യോതി കൃഷ്ണ എന്ന് പറയുന്നത് ഏതോ ഒരു അമ്മയായിരിക്കും. അമ്മേൻ്റെ ഫോണിൽ അമ്മ അറിയാണ്ട് ചെക്കൻ എടുത്തിട്ട് ഡൊണേറ്റ് ചെയ്യുന്നതാണെന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സംശയമുണ്ട്. പൊന്നുമൈര OG ഗ്രൂപ്പ് തുടങ്ങിയപ്പം മുതൽ ലൈവിൽ ഉണ്ട്, ബട്ട് അന്ന് കയറാൻ പറ്റിയില്ല. മാക്കിന് മെസ്സേജ് അയച്ചു, ബട്ട് ഹീ ഇഗ്നോറിങ്. ബ്രോ സോറി ബ്രോ. അന്ന് കയറിയവർ കയറി മുത്തേ, ആദ്യ രാത്രി 3 മണിക്കാണ്. ഓക്കെ, അന്ന് കയറിയവർ കയറി. ഇനി ഞാൻ എന്ന് പറയുന്നുണ്ടല്ലോ, ജിജിത്ത്, ആഷിഖ് വിയെ, വർക്കിച്ചായനല്ല ആദ്യം പോളാ മൈര് ഇയാൾ ഫസ്റ്റാണ്. ഇന്നൊന്നും ഞാൻ ഇതുവരെ മുന്നേ കണ്ടിട്ടില്ലല്ലോ. MS ഗെയിമറിൽ എപ്പോൾ ഉള്ളതാണ്. തൊപ്പി ടു ജുനേദ്, PM ഇവരെല്ലാം എനിക്ക് അറിയുന്നത്, ഇവരെല്ലാം സ്ഥിരമായിട്ടുള്ളത്. പിന്നെ ഫേക്ക് മാക്കിൻ്റെ പേര് വിട്ടിട്ടൊരു മൈരൻ, ഇവനെല്ലാം സ്ഥിരമായിട്ടുള്ളത്. പാണപ്രിയൻ, ഇതാ ഈ മൈരൻ എല്ലാ ലൈവിനും ഇവന് മുമ്പിത്തരം പറയാൻ വേണ്ടിട്ട് മാത്രമായിട്ട് കീബോർഡും കൊണ്ട് ഇറങ്ങുന്നത്. എന്തോ പറയുന്നുണ്ട്, തൊപ്പി നിന്റെ അണ്ടിക്ക് ഒരു ഉമ്മ തരട്ടെ.
ഇതല്ലാന്ന് ഇവൻ്റെ ചിന്തകൾ, ഇവൻ്റെ ബ്രെയിനിൽ വരുന്ന, ഇവന് ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന, അതായത് നമ്മൾ ഉറങ്ങി എണീച്ച്, ഓക്കെ, ഞാൻ ഇപ്പോൾ ഉറങ്ങി എണീക്കുന്നു, എൻ്റെ മൈൻഡിൽ ആദ്യം വരുന്ന പല്ലേക്കണം, ചായ കുടിക്കണം, അങ്ങനത്തെ സാധനങ്ങളല്ല. ഇവൻ്റെ ബ്രെയിനിൽ ഫസ്റ്റ് വരുന്ന സാധനങ്ങളൊക്കെ തൊപ്പിൻ്റെ കുണ്ണ, തൊപ്പിൻ്റെ തൊട, തൊപ്പിൻ്റെ കുണ്ടി, തൊപ്പിൻ്റെ മുല. അങ്ങനെയല്ല, ഞാൻ ഓൻ്റെ ചിന്തകളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ ഓൻ്റെ ചിന്തകളാണ് ഞാൻ പറയുന്നത്. ഓൻ അങ്ങനത്തെ ഒരുത്തനാണ്. ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് ഇവൻ ഓരോ ദിവസവും എണീക്കുന്നത്. ഓൻ ഉറങ്ങി എണീക്കുന്നത് ഇങ്ങനെ. കുറെ ആള് ഞാൻ എന്ന് പറയുന്നുണ്ട്. മമ്മു ഫാനാ, അതാരടാ മമ്മു ഫാനാ ബ്രോ? പിന്നെ ഓക്കെ ഞാൻ പറഞ്ഞുതരാം. മമ്മു അർജന്റീന ജയിച്ച, അർജന്റീന തോറ്റ മുട്ടയടിക്കുന്ന പറഞ്ഞു. പക്ഷെ അർജന്റീന ജയിച്ച മമ്മുനെ ഞാൻ ഒരു ദിവസം ഇവിടെ ഇരുത്തി സ്ട്രീം ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഈ വോട്ടർ ഒന്നിനും സമ്മതിക്കുന്നില്ല. ഞാൻ കാര്യം പറയാല, മൊത്തം ഇവരെ കണ്ടീഷൻ ഇതും ഭയങ്കര സീനാണ്. എനിക്കൊന്നും നടക്കുന്നില്ല. ഞാൻ മമ്മുനെ ഇരുത്തി സ്ട്രീം ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചത്, പക്ഷെ അത് നടക്കൂല. മനസ്സിലായി, നമ്മളെ തന്നെ സ്ട്രീമർ, ക്രിയേറ്റർ തന്നെ സ്ട്രീം ചെയ്യണം. അങ്ങനത്തെ സീനുണ്ട്. അപ്പൊ അതിന് പകരമായിട്ട് അർജന്റീന ജയിച്ച വകയിൽ ഞാൻ മമ്മുന MRG കയറ്റി. ശരിക്കും MRG സംസാരിച്ച് MRG ഇതിലേക്ക് ടീമിലേക്ക് ഓർഗിലേക്ക് മമ്മുനെ കയറ്റി. ഓക്കെ, മമ്മു ഇനി മുതൽ, ഓക്കെ, ഇത് അനൗൺസ്മെന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ് ആണ്. മമ്മു ഇനി വെറും മമ്മു അല്ല, മമ്മുവിന് MRZ മമ്മു ആണ്. ഓക്കെ, മമ്മുവിന്റെ ഇൻസ്റ്റാഗ്രാമിലും കയറി നോക്കിയാൽ മമ്മു പേരെല്ലാം മാറ്റി ഇതാ MRG മമ്മു എന്നെല്ലാം ആക്കിയിട്ട് നിൽക്കുന്നു ചങ്ങായി. ഇതാ കണ്ട, MRG മമ്മു കണ്ടാ. എടാ മമ്മു ബാത്റൂമിലായിട്ടാന്ന് തോന്നുന്നു. എന്താക്കുന്നേ? ഓക്കെ, എനിവേസ് മമ്മു ഇനി മുതൽ MRGയിലായിരിക്കും. ഓക്കെ, മമ്മൂനെ ഒഫീഷ്യലി MRGന്റെ മെമ്പറായിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, IRL ഇല്ലേ ഈജിപ്തിന്റെ ആരും IRLന്റെ കാര്യം എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ എന്തായാലും മൊത്തം വീഡിയോ എടുത്ത് നോക്കും. മൊത്തം പോയി തിരിച്ചു വരുന്നവരെ മൊത്തം ഞാൻ വീഡിയോ എടുത്ത് നോക്കും. മൊത്തം മീൻസ് ഈ ഗോപ്രോയിൽ ചാർജ് എത്ര നിൽക്കുമെന്ന് എനിക്കറിയില്ല. ചാർജ് തീരുന്നവരെ ഇത് വീഡിയോ ചെയ്യും. എന്നിട്ട് കുറച്ച് പാടാൻ ഈ മൈരി കുത്തിയിടണം. IRL ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കും. എനിക്കറിയില്ല അടുത്ത സിമ്മിന്റെ സിമ്മിൽ ചെയ്യാൻ പറ്റുമോ അതോ ഒന്നും എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും IRL ചെയ്യാൻ പറ്റിയാലും ഇല്ലെങ്കിലും ഞാൻ മൊത്തം നമ്മളിതൊരു വ്ളോഗ് എടുത്തില്ലല്ലോ. ഓക്കെ, അഭിപ്രായം പറയണം. എൻ്റെ ഫസ്റ്റത്തെ വ്ളോഗ് എന്താ അഭിപ്രായം? ഞാൻ വ്ളോഗ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ചാറ്റ് പറ. ഞാൻ ഇതുവരെ വ്ളോഗ് ചെയ്തിട്ടില്ല. ഞാൻ എല്ലാം ഇതാ ചെയ്യല്, ഡയറക്റ്റ് IRL ഇട്ട് മൊത്തം. അതായത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ മൊത്തമായിട്ട് ലൈവ് ഇട്ടിട്ട് മൊത്തം എടുക്കല. മനസ്സിലാ, ഈ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി നല്ല ഇത് മാത്രം എടുത്ത് കഷ്ണമാക്കിയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. മനസ്സിലാവും. ഞാൻ വ്ളോഗ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ചാറ്റ് പറ. യെസ് ഓർണോ? നോ? വേണം. യെസ്. W, ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഫക്കിംഗ് ഗോ. 40 രൂപ ത്രൂ ഗൂഗിൾ പേ. MRZ മമ്മു BGM ഇട്ട് മാസ് എൻട്രി ചെയ്യാമോ? എടാ മമ്മു, MRZ മമ്മു എന്നുള്ള ലെവലിൽ നിന്നെ മാസ് BGM ഇട്ട് എൻട്രി ചെയ്യാന്നൊന്ന് ചോദിക്കുന്നുണ്ട്. എനക്കറിയില്ല. ഇപ്പൊ MRG മെമ്പർ ആയിക്കൊണ്ട് എനക്കറിയില്ല ഗൈസ്, എനക്കറിയില്ല ഇവന്റെ കാര്യം. ഇപ്പൊ ഇവ MRG മെമ്പറിൽ ആയിക്കോട്ടെ ഇവര് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. എല്ലാത്തിനും പെർമിഷനിൽ എടുക്കേണ്ടി വരും. ഇവരാ പറയാൻ പറ്റൂല. എനക്കറിയില്ല, കാര്യം പറയില്ല. ജുനേദ് PM MRGയിൽ എന്നെ ആരാ ഡോറോ മുട്ടുന്ന? എടാ മാക്കാ, യോ മാക് എടാ ആരാ ഡോറോ മുട്ടുന്ന നോക്കിയാ? ഡെയിലി വ്ളോഗ് എനിക്കറിയില്ല. എടാ ഞാൻ എന്തായാലും ഇതൊരു വ്ളോഗ് ചെയ്തില്ല. നമ്മളെല്ലാം ലൈവ് അല്ലേ ചെയ്യല്. നമുക്ക് ഒരു ദിവസം വ്ളോഗ് ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാം ലൈവ് ചെയ്യുന്നതിന് പകരം നമുക്ക് ആദ്യം നമ്മൾ എന്തായാലും ഈജിപ്തിൽ പോകുന്നത് നമ്മൾ മൊത്തം വ്ളോഗ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, നമുക്ക് വ്ളോഗ് ചെയ്തിട്ട് നോക്കുക. ഡെയിലി എന്ന് പറഞ്ഞിട്ട് ഡെയിലി ചെയ്യണം. ഡെയിലി വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് ഇഷ്ടമല്ലടാ, സത്യം പറയാം. എനിക്ക് കുറെ ആൾക്കാർ ഡെയിലി വ്ളോഗ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഡെയിലി IRL എങ്ങനെ ഉണ്ട്? ഡെയിലി IRL അല്ലേ മച്ച് ബെറ്റർ അല്ലേ? അതാണ് എൻ്റെ പാഷനാണ്. അതാ ഇഷ്ടം. എനിക്ക് ഈ വ്ളോഗ് എനിക്ക് അറിയില്ല. ചിലപ്പോൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, പറയാൻ പറ്റില്ല.
ബ്രോ ഹാപ്പി ജേണി. താങ്ക് യു ബ്രോ ഇന്ദ്രജിത്ത് ബ്രോ, താങ്ക് യു. ഇത്രയും സമയമായിട്ട് ഒരാൾ പോലും, ഞാൻ ഈജിപ്തിലേക്ക് മറ്റന്നാളെ പോകുന്ന തൊട്ട് ഒരാൾ പോലും എനിക്ക് ഹാപ്പി ജേണി ഇട്ടില്ല. ഇന്ദ്രജിത്ത് മാത്രം മുത്ത എനിക്ക് ഹാപ്പി ജേണി ഇട്ട. താങ്ക് യു ബ്രോ, താങ്ക് യു. അച്ഛനെ ഓജിയിൽ ആഡ് ചെയ്യുന്ന അച്ഛൻ ആഡ് ചെയ്തില്ലേ? ഞാൻ മറന്നുപോയി. ആരാടാ മേക്ക? അല്ല ആരാ ഓണറാ? എന്താ പറയുന്ന? ഡ്രസ് ബാക്കിയുണ്ടോ? പിന്നെ ആ സ്റ്റവ് വീട് മാറുന്ന ഇവിടെ വീടിന്റെ ഹൗസ് ഓണർ വന്നിട്ടുണ്ട്. അപ്പം സൗണ്ട് ഉണ്ടാക്കണ്ട അധികം. എടാ എന്താ ഹൗസ് ഓണർ? ഞാൻ കാര്യം പറയട്ടെ, നമ്മ വീട് മാറ് ബ്രോ. ഫക്ക് ഇറ്റ് ബ്രോ. മുത്ത ആ ഒരു കാര്യം പറയട്ടെ. പക്ഷെ വേറെ എന്തെല്ലാം പറഞ്ഞാലും വേറെ ഒരു സ്ഥലത്ത് ഈ കൊച്ചിയിൽ ഞാൻ കാര്യം പറയില്ല. നമ്മളെ ഹൗസ് ഓണർ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല മനസ്സിലായി. നിങ്ങൾ ആലോചിച്ച് നോക്കിയാ, ഈ കൊച്ചിയില് ബാച്ചിലേഴ്സിന് ആരും വീട് കൊടുക്കൂല. ചങ്ങായി എന്നെ വിശ്വസിച്ച് വീട് തന്നു. അത് നിങ്ങൾ എന്റെ ഫ്രണ്ട് ബേസിലിന്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യൂ. യോ ഹാപ്പി ബർത്ത്ഡേ ബേസിൽ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ബ്രദർ. എൻജോയ്. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞോണ്ടത്? ഈജിപ്ത് അയ്യാറിൽ ഞാൻ ട്രൈ ചെയ്യാൻ എനിക്ക് അറിയില്ല. നാട്ടിലെ പോലെ അല്ലടാ, മനസ്സിലാ. നമ്മൾ ആടെ പോയിട്ട് നമുക്ക് അറിയാത്ത നാടാണ്. ഞാനും ഈ പൊട്ടം മാക്കുവാന്ന് പോകുന്നത്. പോയിട്ട് നമുക്ക് ആടെ ഒരു ഇതുപോലും അറിയില്ല. ഒരു വെള്ളം വാങ്ങാൻ പോകാൻ പോലും നമുക്ക് ഭാഷ അറിയില്ല. ആടെ പോയിട്ട് നമ്മൾ ഈ അയ്യാറിന്റെ നെറ്റിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് നെറ്റ് ഇതാക്കി, മനസ്സിലാ. അത് കുറച്ച് പാടായിരിക്കും, അറിയില്ല. ട്രൈ ചെയ്യാം, നോക്കാം. ഓക്കെ, അയ്യാറിന്റെ കാര്യം എനിക്കറിയില്ല. ചിലപ്പം ഡയറക്റ്റ് അവിടുത്തെ ഏതെങ്കിലും ഒരു സിം എടുത്തിട്ട് ഡയറക്റ്റ് ക്യാമറ ഓൺ ആക്കി അയ്യാറിൽ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആക്കാം. പക്ഷെ എനിക്കറിയില്ല അവിടുത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. നോക്കാം. എന്തായാലും നമുക്ക് വ്ളോഗ് എന്തായാലും ഞാൻ ചെയ്യും. അയ്യാറിന്റെ കാര്യം എനിക്ക് ഉറപ്പില്ല. ഞാൻ നോക്കാം, അവിടെ പോയിട്ട് നോക്കാം. ഓക്കെ, അർജന്റീന പോകാം. അർജന്റീന എന്താടാ? അർജന്റീനയിൽ എന്താ ഉള്ളത്? അവിടെ ഈജിപ്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ഈജിപ്ഷ്യൻ പെമ്പിള്ളേരെ കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഞാൻ ഈജിപ്ത് ട്രിപ്പ് എടുക്കാനുള്ള ഏറ്റവും മെയിൻ കാരണം എന്താ പറയുക? ഞാൻ കാണിച്ചാലോ. ഈജിപ്ഷ്യൻ നിങ്ങൾ ഇത് കണ്ട നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. വേറെ ലോകത്തെ ഏത് രാജ്യത്തെയും പോലെയല്ല. ഈജിപ്ത്യൻ പെമ്പിള്ളർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മുത്തേ, ശരിയായ ക്ലിയോപാട്ര സാധനം. അല്ല ഇതെന്താന്ന് അലാക്കി, ഇതെങ്ങനെയാടാ? ഇതല്ല കേട്ടാ, ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മോനെ, ഇങ്ങനത്തെ ഒന്നല്ല. ഇതെല്ലാം നല്ലതാണ്. ഇതും നൈസാണ്. ഇങ്ങനത്തെ ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ടൈപ്പ്. ഓട്ടം മോനെ, ഏത് ഞങ്ങളുടെ കാര്യം പറയാലോ. ഈജിപ്ഷ്യൻ പെമ്പിള്ളർ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ള പെമ്പിള്ളർ എന്നാ പറയുന്നത്. എനിക്കറിയില്ല. എൻ്റെ മോനെ, ഈ നോക്കിയാൽ ഈനെ കണ്ടിട്ട് നീക്ക് വന്നു വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടുമോ? ഇല്ല. അതാന്ന് പറഞ്ഞത്. നമ്മൾ ഈജിപ്ത് പോകാനുള്ള മെയിൻ കാര്യം എന്താ അറിയോ? മുത്തേ കിടിലം പോലെ പെമ്പിള്ളറെ കിട്ടും. കാര്യം പറയാലോ, കിടിലം പോലത്തെ ദൈനം നോക്കി എന്നിട്ടാ ഇവളെല്ലാം കുണ്ടി ഉണ്ടല്ലോ ഇങ്ങനെ. അല്ലാ, സോറി, നോ ഡിസ്റെസ്പെക്ട്. ഞാൻ കാര്യം പറയാലോ. പക്ഷെ ഏറ്റവും അങ്ങനെ ഞാൻ കുണ്ടി അങ്ങനെ ഇതാക്കി സെക്സ്വലൈസ് ചെയ്യുന്നതല്ല. ഞാൻ കാര്യം പറയാം, കിടിലം ഷേപ്പാണ്. കിടിലം പോലത്തെ ഷേപ്പുള്ള പെമ്പിള്ളറാണെന്നാണ് കേൾക്കുന്നത്. ഏയ് എന്താ? ഏതാ നേരത്തെ കണ്ട ഫോട്ടോ? ഏഴോ? അവിടെ പോടാ, അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഇത് ഒരെണ്ണം കണ്ടില്ലല്ലോ. ഇതല്ലപ്പാ, ഇപ്പൊ ഒരു സാധനം ഞാൻ കണ്ടില്ലല്ലോ, കാണുന്നില്ല. ഒന്നല്ലടാ, അവിടെ ആടത്തെ പെമ്പിള്ളർ അങ്ങനെയാ. അവിടെ പൊട്ടാ. അതെ, ഇതേയ്യാ, പോടാ. സീരിയസ്ലി ഇതെന്തൊരു മൊഞ്ചടത്. അവിടെ ഇതേയൊന്നല്ല. റഷ്യൻ ഗേൾസ്. ഓക്കെ, അങ്ങനെ ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. ഈജിപ്ഷ്യൻ ആണോ റഷ്യൻ ഗേൾസ് ആണോ ഭംഗി നോക്കിയാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഓക്കെ, റഷ്യൻ ഗേൾസിന് ഭംഗിയുണ്ട്, പക്ഷെ മുഖക്കോല അവർക്ക് കുറവാണ്. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ചോ. ഓക്കെ, നല്ല ബോഡിയും ഇതുപോലെ ഉണ്ട്. ഓക്കെ, പക്ഷെ മുഖക്കോലം കണ്ട ഇങ്ങനത്തെ പിരികലുള്ള മുമ്പിലാണ് തട്ടുവിട്ട്, മനസ്സിലാ? ഇങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളെല്ലാം ഇതെന്താണ്? എന്താന്ന് ഏറെ കുറച്ച തവള മയിരി. ഇതൊന്നും ഈജിപ്ഷ്യനൊന്നല്ലേ? എന്താ എൻ്റെ മോനെ, അത് എന്താ ലാക്കാന്ന് ഞാൻ പറഞ്ഞ കിടണം പോലത്തെ ഞാൻ കാണിച്ചു തരാം. ഇതാന്ന് തോന്നല്ലേ? ക്ലിയോപാട്ര.
അവിടെ പണ്ട് ഞാൻ പറയട്ടെ, ഈ ക്ലിയോപാട്ര എന്ന് പറഞ്ഞൊരു പണ്ടൊരു ഏതോ ഒരു പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. എന്തോ പെണ്ണുങ്ങളെ പണി എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ പെണ്ണുങ്ങളാണ് ലോകത്ത് ഏറ്റവും വലിയ അല്ല ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ ക്ലിയോപാട്രയാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഇങ്ങനത്തെ പെണ്ണുങ്ങളുള്ള നാട് എന്നുള്ള ലെവലിലാണ് ഞാൻ ഈജിപ്തിലേക്ക് ട്രിപ്പ് പോകാൻ പോകുന്നത് ഇപ്പം. ഓക്കെ, സംഭവം എനിക്ക് അറിയില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓക്കെ, ഏറ്റവും അല്ലടാ ശരിക്കും ലോകത്ത് ഏറ്റവും നല്ല ഷേപ്പുള്ള പെമ്പിള്ളർ ആടെയാന്നുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും പോയി നോക്കാം. എന്താ ഇത് പച്ചത്തുള്ളനാ മൈജ്? എടാ ഇതൊന്നും ഈജിപ്തൊന്നും അല്ല കേട്ടോ. എടാ ചിലപ്പോൾ ഈജിപ്ത് ആയിരിക്കും, പക്ഷെ എല്ലായിടത്തും മനസ്സിലായി, എല്ലായിടത്തും ഈ ലൊട്ട പോലത്തെ സാധനങ്ങളും ഉണ്ടാവും, നല്ലതും ഉണ്ടാവും. ഇപ്പം ലോകത്ത് എവിടെ പോയാലും അങ്ങനത്തെ ഈജിപ്തിനെ കുറിച്ച് കുറച്ച് പഠിച്ചാലോ? ഞാൻ ഇതുവരെ ഞാൻ മറ്റന്നാൾ ഈജിപ്തിലേക്ക് പോകുന്നിട്ട് ഞാൻ ഒരു വാക്ക് ഈജിപ്തിനെ കുറിച്ച് നോക്കിയില്ലടാ. എടാ എന്താണ് എടാ ഈജിപ്തിനെ കുറിച്ച് എന്തെങ്കിലും പഠിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞേ. എടാ നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും പറഞ്ഞോ? IRL ചെയ്യ് ലൈക്ക് ഐഷോ സ്പീഡ്. ലെറ്റ്സ് ബ്രോ. എടാ എൻ്റെ ഡ്രീമാണ്, ഞാൻ കാര്യം പറയാലോ. ഞങ്ങൾക്ക് പല രാജ്യത്തും പോയി IRL ചെയ്യണമെന്നുണ്ട്. പക്ഷെ സ്പീഡിൻ്റെ പോലെ അത്രയും വലിയൊരു ടീമും മനസ്സിലാവും. ഓൻ അവിടെ പോകുന്നതിന് മുന്നേ അവൻ്റെ ടീം അവിടെ പോയി ഓരോ രാജ്യത്ത് ലാൻഡ് ചെയ്ത് ഫുൾ IRL സെറ്റപ്പ് ചെയ്ത് നോക്കൂടാ. ക്യാമറയും മനസ്സിലാവും, ബോണ്ടിങ് ഡിവൈസും മനസ്സിലാവും, 10 ബൗൺസേഴ്സും എല്ലാം സെറ്റാക്കി വെച്ച് പോകാം. നമുക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്ക് പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്യും. ഓക്കെ, നമുക്ക് പറ്റുന്ന ടൈപ്പിൽ നമുക്ക് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാൻ നോക്കാം. ഓക്കെ, മൊറോക്കൻ ഗേൾസ് എന്താ മൊറോക്കൻ ഗേൾസ് വലിയ ഇതൊന്നുമില്ല. ഞാൻ കാര്യം പറയാലോ, അവിടെ കൊണ്ടോട്ടി അയമു ഉണ്ട് എന്നാ. അതിന് ഞാൻ എന്താക്കണോ? തൊപ്പി പണ്ട് സൂപ്പർ ചാറ്റ് അയക്കുന്ന സോണി എസിനെ ഓർമ്മയുണ്ട്. പിന്നെ ഓർമ്മയില്ലാണ്ട് എടാ എൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ ലൈവ് തുടങ്ങിയിട്ട് വൺ ഓഫ് ദ ഫസ്റ്റ് സപ്പോർട്ടർ സൂര്യ ആ ചക്കനാന്ന് തോന്നുന്നു അല്ലേ? സോണി എസ്, അത് സൂര്യ കിരൺ എന്ന് പറഞ്ഞ ഈ ചങ്ങായി ആണോ ഈ സോണി എസ്? ഈ സെയിം ഇപ്പം ഈ മെസ്സേജ് ഇട്ട ഈ സൂര്യ കിരൺ ആണോ ഈ സോണി എസ്? അതൊന്ന് പറഞ്ഞട്ടെ, ആണോ? ഹാപ്പി ജേണി മച്ചാ. MRCയിൽ എന്നെ കൂട്ടുവന്നു ജുനൈദ് PM. അവിടെ മുത്ത നീ കുഞ്ഞു തരുവാണെങ്കിൽ നിനക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ ചെയ്തു തരും. ഞാൻ കാര്യം പറയാം, നീ ഇവിടെ വന്നിട്ട് റാൻഡമായിട്ട് ചാറ്റിൽ വന്നിട്ട് MRC കൂട്ടാന്ന് ചോദിച്ചാൽ കൂട്ടാൻ വേണ്ടി ഞാൻ കുടുംബശ്രീ. Bro, have a great trip, enjoy and you deserve it. Thank you bro, thank you. അഭിഷേക് ആർ, താങ്ക് യു ബ്രോ, താങ്ക് യു. ബ്രോ സ്റ്റോപ്പ് ഫേക്കിങ് ഇറ്റ്. എന്ത് ഫേക്കിങ് ഇറ്റ് മനസ്സിലായിട്ടില്ല. എൻ്റെ ഉമ്മ സത്യം. എടാ ടിക്കറ്റ് കാണിച്ചു കൊടുക്കുക. എടാ മുത്ത നിങ്ങല്ല, ഞാൻ എന്ത് ചെയ്താലും ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ വർത്താനം പറയുന്നത്. ഓക്കെ, മാട്ടെ ടിക്കറ്റ് ഒന്നും കാണിച്ചു തരുന്നില്ല. നിങ്ങളെ മുന്നിൽ തെളിയിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാൻ കാര്യം പറയില്ല. ഞാൻ എന്തായാലും 21-ാം തീയതി പോകും. ഓക്കെ, മറ്റന്നാളെ കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എത്ര മണിക്കായിരുന്നു ഫ്ലൈറ്റ്? രാവിലെയാണ് ഫ്ലൈറ്റ്. ഓക്കെ, കറക്റ്റ് സമയം എനിക്ക് അറിയില്ല. വീസ കിട്ടിയോ? എടാ വീസ കിട്ടിയ എടാ മുത്ത വീസയും ഇതുമായി ടിക്കറ്റും എടുത്ത് മനസ്സിലാ, ടിക്കറ്റും എല്ലാം എടുത്ത് എല്ലാം ഓക്കെയാ. 21-ാം തീയതി പോകുന്നു, അത്രേ ഉള്ളൂ. ബ്രോ കൊച്ചിയിൽ തന്നെയാണ് ന്യൂ വീട്? അതെ, ന്യൂ വീട് എന്ന് പറയാൻ പറ്റില്ല, അത് ഉറപ്പിച്ചിട്ടില്ല. ഒരു വീട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്നാലും വീട്ടിലേക്ക് കയറുമ്പോൾ ഞാൻ ഫുള്ള് ഹോം ടൂർ കാണിക്കും. മറ്റേ ശരിയായ ആ വീട് കണ്ടാൽ വെള്ളം പോകും. ഇപ്പം നോക്കി വെച്ചിട്ടില്ല, ഇപ്പം നമ്മൾ ഓക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീടുണ്ട്. ആ വീട് നിങ്ങൾ കണ്ടാൽ മൊത്തം നിങ്ങളെ വെള്ളം പോകും. കാര്യം പറയാലോ, ചിലപ്പോൾ ക്യാൻസൽ ആയിട്ട് വേറെ തീട്ട വീട്ടിലേക്ക് കയറേണ്ട പേരും എനിക്ക് അറിയില്ല. പക്ഷെ ഇപ്പോൾ ഓക്കെ ആയിട്ടുള്ള സാധനം മൊത്തം ശരിയായ സാധനം. അത് അച്ചായനില്ല ബ്രോ, ഇല്ലടാ അച്ചായനെ കൂട്ടുന്നില്ല. അവിടെ സംഭവം ഒരു കാര്യം പറയട്ടെ, എനിക്ക് സത്യം പറഞ്ഞാൽ അച്ചായനെ കൂട്ടാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ 2 ആൾക്കുള്ള ടിക്കറ്റ് അവർ എടുത്തു തരുന്നുള്ളൂ. മനസ്സിലായി, 2 ആൾക്കുള്ള ടിക്കറ്റ് എടുത്തു തരുന്നുള്ളൂ. അതാണ് മെയിൻ പ്രശ്നം. മാക്കിന് പകരം അച്ചായനെ കൂട്ടാന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇത് മാക്കിന്റെ കെയർ ഓഫിൽ ഇതാ വന്ന സാധനമാണ്. ഐഡിയോ എല്ലാ സംഭവം എല്ലാ പ്ലാനും മാക്കിൻ്റെയാണ്. മനസ്സിലായി. രണ്ടാമത്തെ കാര്യം അച്ചായന് ഇതാക്കാൻ കഴിയില്ല. അച്ചായന് ക്യാമറ പിടിക്കാനൊന്നും അറിയില്ല. ആകെ രണ്ടാൾക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? അച്ചായനെ കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ മാക്കാണ് ക്യാമറ പിടിക്കാനായാലും ഇങ്ങനത്തെ കാര്യത്തിൽ എല്ലാത്തിനും മാക്കാണ് നല്ലത്. പിന്നെന്ന് പറഞ്ഞാൽ അച്ചായനോട് ഞാനൊരു ദുബായ് ട്രിപ്പ് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അച്ചായനോട് ഞാനൊരു ദുബായ് ട്രിപ്പ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പം എത്ര ഡേ ട്രിപ്പാണ് ബ്രോ? 1 വീക്ക് 10 ദിവസം. മുത്ത്
അഥവാ അവിടെ പോയിട്ട് IR ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അഥവാ ലൈവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 10 ദിവസത്തേക്ക് എന്നെ നോക്കണ്ട കേട്ടോ. 10 ദിവസത്തേക്ക് ഓക്കെ അത് ഞാൻ ഇപ്പോഴേ പറയാം. 10 ദിവസത്തേക്ക് ലൈവ് മിക്കവാറും ഉണ്ടാവില്ല. IR അവിടെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ 10 ദിവസത്തേക്ക് എന്നെ നോക്കണ്ട. OG ഗ്രൂപ്പിൽ ജോയലിലാണ് മെയിൻ, മൈരൻ ഫുൾ തെറിയുന്ന. അതാ എനിക്ക് അറിയില്ല. എടാ ഞാൻ എപ്പോൾ ഇതിൽ കയറി നോക്കിയാലും 999+ മെസ്സേജ് കാണുന്നത്. അപ്പൊ എനിക്ക് ഫുള്ളായിട്ട് മെസ്സേജ് നോക്കാൻ കഴിയില്ല, മനസ്സിലാവും. 999+ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇഷ്ടം പോലെ ഇങ്ങനെ ചറവറായിൽ മെസ്സേജ്. അപ്പൊ എനിക്ക് നോക്കാൻ കഴിയില്ല. ഇത് ആരാണ് തെറി വിളിക്കുന്നതെന്ന് വെച്ചാൽ നോക്കിയിട്ട് എടാ ഞാൻ കുറച്ച് അഡ്മിൻസിനെ ആക്കി വെക്കാം കേട്ടോ. തെറി വിളിക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് നോക്കിയിട്ട് ബാങ്കോക്ക് പോവായിരുന്നു നമുക്ക്. ബാങ്കോക്കിന് വേറെ സംഭവം ഉണ്ട് മുത്ത്. എടാ ഇത് കഴിഞ്ഞിട്ടുള്ള ട്രിപ്പ് നമുക്ക് ബാങ്കോക്ക് ആക്കാട്ടോ. നമുക്ക് ഇല്ല ഇത് കഴിഞ്ഞിട്ട് ദുബായിയാ. അതും കഴിഞ്ഞ് നമുക്ക് ബാങ്കോക്ക്. എനിക്ക് എന്തായാലും ബാങ്കോക്ക് ഒന്ന് പോകണമെന്നുണ്ട്. വാണപ്രിയൻ അതാ വന്നിട്ടമ്മയിലാണ്. ഈജിപ്തിൽ നിന്ന് ഒരു വാണം വിടണം തൊപ്പി ആടാ. നിന്നെ ഓർത്തിട്ട് തന്നെ ഞാൻ അങ്ങനല്ല, നിനക്ക് വേണ്ടിട്ട് ഡെഡിക്കേഷൻ നിന്റെ വായിലേക്ക്. ഓക്കെ, നിന്നെ ഓർത്ത് ഡെഡിക്കേഷൻ, നിന്നെ ഓർത്തിട്ട് ഞാൻ ഒരിക്കലും വിടൂല. നീ അങ്ങനത്തെ ഒരു തന്നെ എന്റെ പേര് നോക്കും വാണപ്രിയ എന്ന് പട്ടിത്തായ മയിര്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നിനക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഞാൻ ഒരു വാണം വിടൂടാ. പ്രോസ്ട്രീം ഇനി എത്ര ദിവസം ഉണ്ട്? കാരണം മൊത്തം ഞാൻ 1 വീക്കാണ് ചെയ്യേണ്ടത്. ഞാൻ ആകെ 3 ദിവസം ഞാൻ ചെയ്തിട്ടുള്ളൂ. ടെക്നിക്കലി ഞാൻ 4 ദിവസം പ്രോസ്ട്രീം ചെയ്യണം. പക്ഷേ മൂടില്ല 4 ദിവസം ഒന്നും ചെയ്യാൻ വേണ്ടി. എനിക്ക് അറിയില്ല. ഇന്നും നാളെയും ഞാൻ ചെയ്യും. നാളെയും മറ്റന്നാൾ ചെയ്യാൻ പറ്റുമോ? നാളെ ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. പോകുന്നതിന് മുന്നേ ചെയ്യാൻ പറ്റുമായിരിക്കും. ചെയ്യുമായിരിക്കും മിക്കവാറും. അറിയില്ല. മൂടുവല എന്ന് പറഞ്ഞാലും ശരിയാവല്ലോ. മീൻസ് ശരിക്കും ഞാൻ ചെയ്യേണ്ടത് ചെയ്ത് തീർത്തില്ലെങ്കിൽ ലീഗലി ഇവർക്ക് എനിക്കെതിരെ മൂവ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ ആ കോൺട്രാക്റ്റിന് 1 വീക്ക് ചെയ്യാന്നുള്ളത് സൈൻ ചെയ്തതാണ്. ടെക്നിക്കലി ഞാൻ 4 ദിവസം ചെയ്യേണ്ടതാണ്. പക്ഷെ അറിയില്ലടാ, എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. എനിക്കറിയില്ല. എനിക്ക് പ്രോ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ്. ടിക്കറ്റ് എത്രയായിരുന്നു? ടിക്കറ്റ് എനിക്ക് അറിയില്ല, ഒന്നും അറിയില്ല. മാക്കിന് അറിയാം, എല്ലാം മാക്കിനെ അറിയും. ജോയൽ വെറുതെ ഉമ്മാക്ക് വിളിക്കുന്ന ഏത് മൈരൻ OG സ്ക്വാഡ്. എടാ റിമൂവ് ചെയ്ത് ഒന്ന്. എടാ മാക്ക് കോഡ് ഇട്ടാലേ നീ വാതില് തുറക്കൂ. എന്ത് മൈരി? എടാ OG സ്ക്വാഡിൽ ഏതോ ഒരു ആരാ സംസാരിക്കുന്നത്? എടാ ഞാൻ ഇപ്പൊ സൗണ്ട് കേട്ടല്ലോ. എടാ നായിന്റെ പോലെ ഞാൻ ഇപ്പൊ പെണ്ണിന്റെ സൗണ്ട് കേട്ടു. എന്ത് കേട്ടാ ഈ മറ്റേ മഞ്ഞപ്പിത്തം പിടിച്ചവന് മഞ്ഞെന്ന് പറയുന്നതല്ല. ഇവൻ എന്ത് കേട്ടാലും ഇപ്പൊ പെണ്ണിന്റെ ഒച്ചയാന്ന്. അല്ല നീ എന്ത് വിളിച്ച കാര്യം പറയാം. OG സ്ക്വാഡിൽ ഒരു പൂറി മോന് ഉമ്മാക്ക് വിളിക്കുന്നുണ്ട്. പട്ടിത്താള് കുണ്ടച്ചി മോൻ. ബാക്കി എല്ലോ ഉമ്മാക്ക് വിളിക്കുന്ന കുണ്ടാളെ റിമൂവ് ചെയ്യണം. നമുക്ക് അത്രേ പറയാനുള്ളൂ. അങ്ങനെ നമ്മളൊരു OG കമ്മ്യൂണിറ്റി എന്നുള്ള ലെവലിലാണ് അത് കൊണ്ടുപോകുന്നത്. മനക്കറിയില്ല. എന്തോ പേര് പറഞ്ഞു, ഞാൻ മറന്നുപോയി. എന്തോ പേര് പറഞ്ഞിപ്പോ. ഈ ചാറ്റ് നോക്കിയിട്ട് കണ്ടുപിടിക്കുക. ആ ചാറ്റിൽ ആരോ പേര് പറയുന്നുണ്ട്. എടാ ആരാണ് ഉമ്മാക്ക് വിളിക്കുന്ന? ആരാന്ന് വെച്ചാൽ പേര് പറയടാ. പേര് പറ. പേര് പറയടേ. നാളെ കൂടെ പ്രോസ്ട്രീമുള്ളൂ 1 വീക്ക് എടുപ്പിച്ച് പറ്റിക്കുന്നു. നാളെ മുത്തേ നമുക്ക് 3 ദിവസം ചെയ്യാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 3 ദിവസം ഞാൻ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ ചിന്തിച്ചില്ലടാ. നിങ്ങൾ 1 വീക്ക് എടുത്തിനാ നിൽക്കുന്നതെന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചില്ല. എന്റെ മിസ്റ്റേക്കാ. ഓക്കെ, എടാ നീ ഇനി എടുക്കണം എന്നില്ല. കാരണം ഞാൻ 2-3 ദിവസം ഇനി ചെയ്യും. മനസ്സിലായോ? ചിലപ്പോ ഉറപ്പില്ലാത്ത കേസാണ്. നീ ഇനി പ്രോ എടുക്കണം എന്നില്ല. പ്രോയില് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുകയും ചെയ്തു. നീ അങ്ങനെ എടുക്കണം എന്നൊന്നുമില്ല. മനസ്സിലായി? ഇതങ്ങ് ഈ പ്രോ അങ്ങ് ചെയ്ത് കാരണം ഞാൻ നേരെ അങ്ങ് യൂട്യൂബിലേക്ക് വരും. ഓക്കെ, അപ്പൊ നമുക്ക് യൂട്യൂബിൽ കാണാം. മുത്തേ എന്താ പേര്? നൂറ. പെണ്ണാണോ അത്? നൂറ. ഇങ്ങനെ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടല്ലോ. പ്ലെയിൻ പൊട്ടിത്തെറിക്കട്ടെ അതിന്റെ മോനെ. നിന്റെ ഒക്കെ നാക്ക് പുഴുത്തു പോച്ചല്ലടാ. ഉളുപ്പില്ലാത്തമാര് ആരെങ്കിലും എങ്ങോട്ടെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലടാ ഞാന്. നമ്മ പ്ലെയിനിലല്ല പോകുന്നത്. പ്ലെയിനിലല്ല. എടാ എത്ര കാലം കൂടിയിട്ടാണ് ഒരു ട്രിപ്പ് പോകുന്നത്. നീല എന്തിനാണ് ഇങ്ങനത്തെ നിന്റെ എല്ലാം കരിനാക്ക് പട്ടി? എന്തിനാണ് നിന്റെ എല്ലാം നാവിങ്ങനെ എടുത്ത് വളക്കുന്നത്? മയിലെ പേടിപ്പിക്കാനായിട്ട്. എടാ നമ്മ ഇതിലല്ല കേട്ടാ പോകുന്ന.
നമ്മ പ്ലെയിനിലല്ല പ്ലെയിനിലല്ല കുനിഞ്ഞു നിൽക്കാൻ കഴിയൂല, വേറെ എന്താ ചെയ്യണ്ടേന്നാ? എന്താണ് കുനിഞ്ഞ്, ഞാൻ എന്നോട് കുനിഞ്ഞ് നിൽക്കാൻ പറഞ്ഞതിന് എന്താ ആ കുനിഞ്ഞ് നിൽക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന? ആരെങ്കിലും പറയാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന? ജോയൽ കിക്ക് ജോയൽ, എടാ ജോയല് മാക്ക ജോയലിനെ കിക്ക്. ഡെബോ ഇൻസ്റ്റ നോക്കി, ഇതെന്താ ഡെബോ എന്താ സംഭവടാ? ഒരു മിനിറ്റ്, ഡെബോ എന്ന് പറയുന്നുണ്ടല്ലോ. എടാ ഈജിപ്തിന്റെ വീഡിയോസ് പറഞ്ഞാടാ, ഈജിപ്തിനെ കുറിച്ച് പഠിക്കാനുള്ള എന്തെങ്കിലും ഒരു സംഭവം പറഞ്ഞാടാ. ഒരു മിനിറ്റ്, അങ്ങനല്ലല്ലോ, 2_ ഡെബോ D.E.B.O അങ്ങനെ തന്നെയല്ലേ? ഇതിലേതാ? ഇതാണോ? ഏതാടാ? ഇതങ്ങനെ കോപ്പി ചെയ്യോ? ഒന്നും കൂടി അതന്നെ സെർച്ച് D.E.B.O. എന്താ സംഭവം എന്താന്ന് പറ? D.E.B.O. അങ്ങനെ ഒരാളില്ല മോനെ, അങ്ങനെ ഒരാളില്ല. ഇതെന്താ കുറേ ആള് ഡെബോ എന്ന് പറയുന്നത്? എന്താ സംഭവം എന്താന്ന് പറയടാ? സംഭവം എന്താന്ന് പറയാ? $_ ആണോ ഫസ്റ്റ്? ഓക്കെ, $_ ആണെന്ന് തോന്നുന്നു. ഈ ഡബ്ബറോളി ആണോ ഇനി? ഈ ഡബ്ബറോളി ആണോ ഉദ്ദേശിക്കുന്നത്? ഡബ്ബറോളി ആണോ? അല്ല, ഡബ്ബറോളിന്റെ പേര് D.B.O. അല്ലല്ലോ. എടാ എന്ത് സംഭവം എന്താന്ന് പറയുന്നത്? എന്തെല്ലാരും ഡെബോ ഇൻസ്റ്റ നോക്കുന്ന പറയുന്നത്? മോസല ഈജിപ്ത് പ്ലെയറോ? അതാരാ മോസല? ഇതാര്? ഇത് വേറെടാ, നമ്മളടുത്ത ഹംസക്കാനെ പോലെ ഉണ്ടല്ലോ. ഇയാൾ അടക്ക വെക്കുന്ന ചങ്ങായല്ലേ ഇത്? ശരിക്കടാ നമ്മളെ നാട്ടിലുണ്ടാ എന്റെ മുത്ത അടക്ക വെക്കുന്ന ഒരു ചങ്ങായിണ്ടാ ഹംസക്ക. അയാളെ പോലെ തന്നെ ഉണ്ട്. ഇത് മലയാളിയാ? മോസലാരാടാ? മഞ്ചേരി എഫ് സി കളിക്കുന്ന പ്ലെയറാ. Anthony turns into Henderson and it's 4-on-2 if Liverpool are quick enough here. Darwin Núñez. Cut out by McTominay. Salah. Bruno Fernandes. മോസല എന്ന് പറഞ്ഞൊരു പ്ലെയറാടാ, പുതിയ ആളാന്ന് തോന്നുന്നു. നിന്നെ ആരും വിളിച്ചു? മൈ എപ്പോ വിളിച്ചു? നിന്നെ വിളിച്ചിട്ടൊന്നുമില്ല. Salah. Escape Cancelo. Oh, it's brilliant from Mo Salah. And still Salah. Oh, sensational. ആരാണത്? ശരിക്കും ഹംസക്കോയാടാ, ശരിക്കും ഒരു ഹംസക്കോയന്റെ കട്ടനെ. ഇത് ഏത് ടീമിന്റെ? ലിവർപൂളിന്റെ ഈജിപ്ഷ്യൻ കിങ്. ഈജിപ്ത് പ്ലെയർ അല്ലേ? ഈജിപ്തെല്ലാം ഇതിലെല്ലാം ഉണ്ടാ? ഈജിപ്തിന്റെ ടീമെല്ലാം ഉണ്ടാ കളിക്കാൻ? വേൾഡ് കപ്പിലെല്ലാം ഉണ്ടാ? ചലഞ്ച് 100 പെട്ടെന്ന് വേണ്ടിയെടുത്തിട്ടോ നീ? പബ്ജി മിസ് ചെയ്യുന്നുണ്ടല്ലേ ശരിക്കും? കൊറേ കാലമാണ് നമ്മള് പബ്ജി കളിച്ച്. ലാസ്റ്റ് കളിച്ച് GTA അല്ലേ? അവിടെ ഇന്ന് നമുക്ക് പബ്ജി കളിക്കണോടാ, ഇന്ന് നമുക്ക് പബ്ജി കളിക്കാടാ അല്ലേ?
ഇന്ന് പബ്ജി കളിച്ചുകൂടെ? ചാറ്റ് പറ, ഇന്ന് പബ്ജി കളിച്ചുകൂടെ? കുറേ ആയടാ സത്യം പറഞ്ഞാൽ. നല്ല മിസ് ചെയ്യുന്നത്. ഇപ്പം നാളെ മറ്റന്നാളെ കഴിഞ്ഞിപ്പോൾ ഈജിപ്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കൂല. കാര്യം പറഞ്ഞാൽ ഓൾറെഡി നല്ല മിസ് ചെയ്യുന്നുണ്ട്. ഈജിപ്ഷ്യൻ സോങ് ഇന്ന് യാളാ നോക്കുന്നത്. ഇന്നെന്തോ എന്താ പറയുന്നത്? എടാ ഈജിപ്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും പറയാം. വീഡിയോസ് ആണോ? ഓക്കെ, ഈജിപ്തിനെ കുറിച്ച് പഠിക്കാനുള്ള വീഡിയോസ് ആണ് നമുക്ക്. ഓക്കെ, അത് കഴിഞ്ഞു. ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല ലോട്ടെ, ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല അമ്മ. ഞാൻ മറന്നു, ഞാൻ എന്തിനോ വിളിച്ചു. MRG. ഓക്കെ ഓക്കെ. എടാ മമ്മ MRG കയറിയത്. എടാ ഞാൻ പറഞ്ഞടാ, അത് പറഞ്ഞു. നീ MRG പുതിയ മെമ്പർ, നോബഡി കെയർസ്. ഞാൻ MRGയിൽ മമ്മൂനെ കയറ്റിയെന്ന് പറഞ്ഞിട്ട് ആരും ചാറ്റിൽ ആർക്കും ഒരു ഇതുമില്ല. ചില ആൾ എന്നെ MRG കയറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അത് കുണ്ടൻ ജുനേദ് എല്ലാം ചോദിക്കുന്നുണ്ട്. ബാക്കിയൊന്നും ഒരു ഇതുമില്ല. നോ 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 GTA നോ. പബ്ജി BGMI ന്യൂ അപ്ഡേറ്റ്. അപ്ഡേറ്റ് എല്ലാം വന്നു. അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ, അപ്ഡേറ്റ് ചെയ്യണം. ഈജിപ്തിൻ്റെ ഇത് പറയാം. ഈജിപ്തിൻ്റെ പരിപാടി ആണ്. എനിക്ക് സത്യമായിട്ട് എനിക്ക് ഒന്നും അറിയാത്തൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ പൊട്ടനെ പോലെ പോകുന്നു, മനസ്സിലാവും. എനിക്ക് ഐഡിയാസ് എനിക്ക് ഈജിപ്തിൽ എന്ത് ചെയ്യാൻ പറ്റും. ഇതെന്തായാലും പോയിട്ട് ഒരാഴ്ച 10 ദിവസം നിൽക്കണം, മനസ്സിലാവും. 10 ദിവസത്തെ ട്രിപ്പാണ്. അവിടെ എന്താ ചെയ്യേണ്ട ഒന്നും എനിക്ക് അറിയില്ല. പോയിട്ട് നീ ആദ്യമായിട്ടാണ് കണ്ണൂരിൻ്റെ പുറത്തേക്ക് നീ പോകുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നീ കണ്ണൂരിൻ്റെ പുറത്തേക്ക് പോകുന്നത്. നീ എന്താന്ന് മുഖെല്ലാം നോക്കിയ എന്തിന്? എടാ സ്ട്രീം ചെയ്യാൻ നിന്നെ വിടൂല. അതിന് പകരാണ് MRGയിൽ നിന്നെ എടുത്തത്. എന്ത് ചങ്ങായി എന്തിനാ ഇവിടെ വന്നിട്ടിരിക്കുന്ന? നീ പോയാട്ടെ ചങ്ങായി, നീ ഈജിപ്ത് പ്ലാനിലില്ല, നീ ടീമിലില്ല, മനസ്സിലാ. നീ MRGയിൽ ഉണ്ടാവും. പക്ഷെ എടാ ഇപ്പൊ നമ്മ ഈജിപ്തിന്റെ ആരും ട്രിപ്പിലില്ലാത്തവർ മാറിയിരിക്കും. നീ ട്രിപ്പിലില്ലല്ലോ. നീ ട്രിപ്പിന് വരുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നാ വിട്ടോ. എടാ നീ ട്രിപ്പിനുണ്ടോ? നീ ട്രിപ്പിന് വരാത്ത ആളാ? അല്ലാ ഇപ്പൊ എടാ മമ്മു ട്രിപ്പിന് വരുന്നില്ല. മാക്ക് അനച്ചായൻ പോട്ടെ, നീ വീട്ടിൽ ഇരി അപ്പൊ കുഴപ്പമില്ലല്ലോ. മാക്കൻ അച്ചായൻ പോട്ടെ, നീ വീട്ടിലിരി അപ്പൊ കുഴപ്പമില്ലല്ലോ. പിന്നെ എന്തിനടാ മൈ? പിന്നെ ആര് വീഡിയോ എടുക്കും? പിന്നെ ഞാൻ അച്ചായൻ പോയിട്ട് അച്ചായന് ഇതാരാ? ഫിറോസ്ക്ക വിളിക്കുന്ന. ഫിറോസ്ക്ക ഞാടുണ്ട് കൊച്ചി. എന്താ പരിപാടി? ഉസ്സാബ് സുഖല്ല? വാട്ട് ഈസ് ഹാപ്പനിങ്? എന്താണടാ ഇത്? ഇടക്കിടക്ക് ഓരോ കുണ്ണങ്ങൾ വിളിച്ചിട്ട് മറ്റേ കുഞ്ഞമ്മേന്റെ മോന്റെ ബർത്ത്ഡേ, മറ്റേ ഞാൻ ഉസ്താദാ മന്ത്രി ചോദ്യ തരാൻ. അമ്മായിന്റെ മോന്റെ താലി കെട്ട്, ഇതെല്ലാം ഞാൻ പോയി തൂറിക്കൊടുത്താലേ ഓനിൽ എണീച്ച് നടക്കും. ഇതെന്താണിത്? ആരാന്ന്? ഓന്റെ പേരെന്താന്ന്? അമ്മൂസാ? പെണ്ണാ? എടാ ബർത്ത്ഡേ വിഷയം ചെയ്യാടാ. എല്ലാം എന്താടാ സാധാ കേസല്ലേ? അതിൽ സാധാരണ ഞാൻ ചെയ്യുന്നേടാ. ഒന്നും അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. നീ ഓളെ ആരാന്ന്? എവിടെയുള്ള അടുത്തുണ്ടാ? ഒന്ന് കൊടുത്തേ. അന്ന് എടേ കൊള്ളേടെ പോയ എന്റെ മമ്മ. എടാ മൈര നീ സ്ട്രീമിലില്ലടാ. ഞാൻ അർജന്റീന ജയിച്ചാൽ നിന്നെ സ്ട്രീം ചെയ്യാൻ വിടുന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ അതിന് പകരാണ് അങ്ങനെ സ്ട്രീം ചെയ്യാൻ പറ്റൂല. റൂട്ടറിൽ അങ്ങനെ ഞാൻ അല്ലാണ്ട് വേറെ ആൾ വന്ന് സ്ട്രീം ചെയ്യാൻ പറ്റൂല. അതിന് പകരാണ് നിന്നെ MRGയിൽ എടുത്തത്, മനസ്സിലാ. എനിക്കെന്തോ ഒരു സന്തോഷം ഇല്ലാത്ത എന്തോ പറഞ്ഞു. ഇന്നത്തെ കാര്യം എന്ത് കാര്യം? നീ എന്താ ഉദ്ദേശിക്കുന്നത്? മിസ്റ്റർ ദയോൾ MJ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ലോൺ അടക്കേണ്ട ക്യാഷ് ബാറ്ററി ആപ്പിൽ ഇട്ട് സൂയിസൈഡ് ചെയ്യും. ലോൺ അടക്കേണ്ട ക്യാഷ് ബ്രോ, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞാ EMI അടക്കാനുള്ളത്. എന്നോട് ഇന്നലെ ഒരുത്തം വന്നിട്ട് പറഞ്ഞു
അവിടെ EMI അടക്കാനുള്ളത് അതൊന്നും എടുത്ത് റിസ്ക് എടുക്കല്ല കേട്ടോ. പക്ഷെ റിസ്ക് എടുത്തിട്ട് ജയിച്ച ആൾക്കാരും ഉണ്ട്. അത് അങ്ങനെ അത്രയും വലിയ റിസ്കുകൾ എടുക്കണ്ട, മനസ്സിലായല്ലോ. എന്തെല്ലാം പറഞ്ഞാലും ലക്കാണ്, മനസ്സിലായി. എന്തെല്ലാം പറഞ്ഞാലും ഭാഗ്യത്തിന്റെ കളിയാണ്. ഓക്കെ, നമുക്ക് പൈസ ഉണ്ടാക്കണം, നമ്മൾ റിസ്ക് എടുക്കണം, എല്ലാം ഓക്കെ, എല്ലാം ഞാൻ സമ്മതിച്ചിരുന്നു. പക്ഷെ ഇങ്ങനത്തെ റിസ്കുകൾ എടുക്കാണ്ട് നിൽക്കുക മാക്സിമം. ഓക്കെ, മൈനർ എന്താ? എന്ത് മൈനർ? ഹലോ, എടാ ഏടേടാ കോളിലേടാ, ആരാ വന്ന അവിടെ? ഒരു മിനിറ്റ്. ഹലോ മമ്മൂസ്, എടാ മാറി അങ്ങോട്ട്. മമ്മൂസ് എന്ന് വിളിക്കുന്നത്. അമ്മൂസ വോയിസ് ചേഞ്ചറാ? റിയൽ ഗേളാ? എടാ വെറുതെ എന്നെ പറ്റിക്കല്ലേ, ഞാൻ കാര്യം പറയല്ല. എനിക്കിത് ഓൾറെഡി എനിക്ക് കൊറേ ഇങ്ങനെ പറ്റിക്കല് ഞാൻ കിട്ടി എനിക്ക്. ഹലോ, സംസാരിച്ചേ. എടാ ഒരു മിനിറ്റ് ഫിറോസ് ഒരു മിനിറ്റ്. ഇന്നലെ പറ്റിച്ച കാര്യമാണ് നീ പറയുന്നത്. ഏതോ ഒരു ഇവനെ ഏതോ ഒരു പെണ്ണ് ആണ് പെണ്ണാന്ന് പറ. തീട്ട കേസാണ്, കേൾക്കാൻ മാത്രമൊന്നുമില്ല. പറ ഒച്ചത്തിൽ പറയാം. ഇവിടെ മൈക്ക് പറഞ്ഞു തീർക്കും, വീട്ടിലേക്ക് എടുത്ത് വെക്കുന്നു. പറഞ്ഞു തീർക്ക്. നീ അപ്പുറത്തോ എനിക്ക് നോക്കട്ടെ. ഹലോ അമ്മൂസ, നിന്റെ സൗണ്ട് കേട്ടിട്ട് എനിക്ക് 90% ഫേക്കാന്ന് എനിക്ക് അടിക്കുന്നത്. ഫേക്ക് ഫീലിംഗ് അതെനിക്കറിയാം. ഫിറോസൊക്കെ ഇതുവരെ ഫേക്കുമായിട്ട് ഡീൽ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് എന്തോ ഒരു ഒന്നും കൂടി സംസാരിച്ചേ. ഇതെന്താ ക്ലിയർ ഇല്ല? ഹലോ ഇത് ഫേക്ക് അല്ലടാ. ചാറ്റ് ഒന്ന് പറഞ്ഞേ. ഓ ഫേക്ക് എന്ന് പറയുമ്പോ മമ്മൂന്റെ നെഞ്ചു പടയും കേട്ടോ. പാവം 3 ദിവസമായാലും പറ്റിക്കുന്നടാ. ഏതോ ഒരുത്തൻ സൗണ്ട് മാറ്റിട്ട് പാവം. വീഡിയോ കോള് ചെയ്താ വിശ്വസിക്കാം. അമ്മൂസ വീഡിയോ കോൾ ചെയ്താ വിശ്വസിക്കാം. ഇന്നലെ വീഡിയോ കോളിലും ജയിച്ചാന്ന് മീറ്റ് ചെയ്യാൻ പോയെ. എന്ത്? ഹലോ അമ്മൂസ, ഒന്ന് വീഡിയോ കോൾ ചെയ്. ഫേക്ക് അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്. എടാ നീ മിണ്ടാടുക്ക, നീ സംസാരിക്കല്ല. അമ്മൂസ സംസാരിക്ക. ഹലോ അമ്മൂസ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്റെ ചാറ്റ് നിന്റെ സൗണ്ട് എനിക്ക് ചിലപ്പോൾ നീ പെണ്ണായിരിക്കാം, എനിക്ക് അറിയില്ല. പക്ഷെ നിന്റെ സൗണ്ട് ശരിക്കും ഒരാണ് സൗണ്ട് മാറ്റിയിട്ട് ഇതാക്കുന്ന പോലെ എന്ന് എൻ്റെ ഫോണിൽ കേൾക്കുന്നത്. എനിക്കിപ്പോൾ ഇങ്ങോട്ട് കേൾക്കുന്നത്. ഇപ്പം എൻ്റെ ചാറ്റ് ഞാൻ ലിറ്ററലി എൻ്റെ ചാറ്റ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫേക്ക് എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഫേക്ക് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാനും പറയാം ഫേക്കാ. ഹലോ, ഞാൻ എന്ത് ചെയ്യണം? നീ ഒന്ന് വീഡിയോ കോള് വാ. ഹലോ, എന്താ പറഞ്ഞ? അല്ല വീഡിയോ കോള് വാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നീ എന്താ പറഞ്ഞ? അപ്പൊ വീഡിയോ കോള് വരുന്നില്ലേ? അതെന്താ? എടാ ചിലപ്പോ പെണ്ണാണെങ്കിലോ റെസ്പെക്ട് പറ. നീ എന്താ പറഞ്ഞ ഫിറോസ? എന്താ വിഷയം? എന്താ കാര്യം പറ. എടാ ഫിറോസ, നീ കോളിന് ഇറങ്ങിപ്പോയ. ഞാൻ അമ്മൂസിനോട് സംസാരിച്ചോളാം. നീ പോയാ നീ ഒന്ന് മ്യൂട്ട് ചെയ്ത. നീ മ്യൂട്ട് ചെയ്ത ആൾക്കാരോ. അമ്മൂസ ആരെ ബർത്ത്ഡേയാ? എടാ നിന്നോട് ചോദിച്ചാ. നിന്റെ ബർത്ത്ഡേ ആണോ? എത്ര വയസ്സായി? എത്രാമത്തെ വയസ്സായത്?
കട്ടാക്കിയ കട്ടാക്ക് എത്രയാന്ന് പറഞ്ഞേ? 16. എന്നോട് ചോദിച്ചില്ലടാ പൂറി മോനെ. ഞാൻ എനിക്ക് ടെൻഷൻ അടിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞ എത്രയാന്ന്? എടാ ഫിറോസ് മയിലേ, നിന്നെ ഞാൻ നേരിട്ടൊന്ന് കാണുന്നുണ്ട് കേട്ടറാ. നിന്നെ ഞാൻ ഒന്ന് കാണുന്നുണ്ട് കേട്ടില്ല. എനിക്കുള്ളത് ഞാൻ തരാം. നീ വരണ്ടടാ നിന്നെ. ശരിയെന്നാ വിഷ് ഹാപ്പി ബർത്ത്ഡേ അമ്മൂസ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ്. എടാ എന്തിനാടാ പ്രതീക്ഷ പറഞ്ഞ? ഞാൻ ഡാൻസ് കളിക്കാടാ ഞാൻ. നീ കോയിൻസ് ഇട്ടാ? നിന്റെ ചില്ലറ പൈസ ഉണ്ടാ? 2 റുപ്യ 1 റുപ്യന്റെ ചില്ലറ ഉണ്ടാ? അമ്മൂസിന്റെ കയ്യിലുണ്ട ചില്ലറ? രണ്ടാള്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഫിറോസിക്ക് അമ്മൂസും അപ്പുറത്തിപ്പുറത്ത് ഇരിക്കുക. എന്നിട്ട് ചില്ലറ തൊട്ട് എനക്ക് എറിഞ്ഞു തരുക. അപ്പൊ ഞാൻ കൊരങ്ങൻ ഡാൻസ് കളിക്കുന്ന പോലെ നടുക്കുന്ന ഡാൻസ് കളിക്കും. ഇങ്ങനെ കളിച്ചു തരുക. ഞാൻ ഡാൻസ് കളിച്ചു തരാം. അതും കൂടി വേണോ? വേറെന്തെങ്കിലും വേണം പറഞ്ഞോ. ഞാൻ നിങ്ങളെ കൊരങ്ങനല്ലേ ഞാന്. ചില്ലറ തൊട്ടിട്ട് തന്ന ഞാൻ ഇങ്ങനെ കോപ്രായം കാണിച്ചു തരാം, പാട്ട് പാടിത്തരാം, ഡാൻസ് കളിച്ചുതരാം. അതാന്നല്ല എന്റെ പണി. ആടാന്നടയോ ഞാൻ തട ശരിക്കും കോമാളി ജീവിതം. ഞാൻ എനിവേസ് ഹാപ്പി ബർത്ത്ഡേ അമ്മൂസ്. ഓക്കെ പൊളിക്ക്. ഓക്കെ ബൈ ബൈ ബൈ. സിയോ. ശരി ബൈ. അതിന്റെ മുമ്പിച്ചല്ലടാ മയില്. ഞാൻ പ്രതീക്ഷ വെക്കുന്നില്ല. കാര്യം പറയാലോ. ഇനി വരുന്നത് വരട്ടല്ലേ. നമ്മളിങ്ങനെ ഇതിനു വേണ്ടി നമ്മൾ ക്രേവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിനു വേണ്ടി തപ്പി നടക്കുമ്പോൾ നമുക്ക് കിട്ടാണ്ടാവും. മനസ്സിലാവും? ഞാൻ ഇപ്പൊ അരികൊന്നും കയറി നോക്കില്ല. കാര്യം പറയാലോ. ഞാൻ കയറി നോക്കില്ല. ഇനി നമ്മളെ മനസ്സിലാവും. നമുക്ക് തേടി വരട്ടെ. നമ്മളെ തേടി വരുമ്പോ എടുക്കാം. അല്ലാണ്ട് നമ്മ തേടി പോകുമ്പോ നമുക്ക് കിട്ടൂല തോന്നുന്നില്ല. നമ്മളെന്തൊക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ അതിനായിട്ട് ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് കിട്ടൂല തോന്നുന്നു. നമ്മൾ വിടുമ്പോ നമ്മളിലേക്ക് അത് എത്തിപ്പെടുന്ന അങ്ങനെ എന്തോ ഒരു കോട്ട്. അമീനയ്ക്ക് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ന്യൂ കേസ് പെണ്ണിനെ ആണാണെന്ന് സംശയിച്ച് പോക്സോ ആക്ട് 59. പൾസർ തൊപ്പിയാ? എന്താ പൾസർ തൊപ്പി? മീറ്റ് ഹന്നാണ്. അന്നെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലടാ. സത്യം പറയല. അന്ന ഇവിടെ കൊച്ചിയിൽ വന്ന എന്റെ തൊട്ടപ്പുറത്ത്. മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതെന്താ? ഇന്നലെ മീറ്റ് ചെയ്തൊന്നും ഓർമ്മയില്ലേ? ഏത് 3 ദിവസം നമ്മളെ പറ്റിച്ച് ഓർമ്മയുണ്ടോ? എടാ നമ്മളെ പറ്റിച്ചിട്ടില്ല, നിന്നെ പറ്റിച്ച്. അത് നിന്നെ ഏതോ കുണ്ടൻ നിന്നെ പറ്റിച്ച്. ഇതില് ഞാൻ ഇല്ല. എന്നെ ഫേക്ക് പറ്റിക്കൂല. ഞാൻ പണ്ടേ ഈ സീൻ വിട്ടതാണ്. ഓക്കെ, നീ സ്ട്രീമിൽ ഇരുന്ന് പറയുമ്പോ നമ്മളെ പറ്റിച്ചെന്ന് പറയുമ്പോ ആൾക്കാർ ചിന്തിക്കും ഞാനും കൂടി ഇത് പറ്റിക്കല് വീണ്. ഒരിക്കലും ഇല്ല. എനക്ക് ഐക്യമുണ്ട്. മനസ്സിലായി? ഇവരെ പോലെ കടികേറി നിൽക്കുന്ന പൊട്ടനല്ല. അതാ മൂട് കണ്ട വാണം വിട്ട് ബോധം പോയ പോലെ പൊട്ടൻ. വാണം വിട്ടിച്ചാ കുറച്ച് അങ്ങോട്ടേക്ക് ഞാൻ കാര്യം പറയട്ടെ. കുണ്ടിയെല്ലാം പണ്ണമ്പിച്ചിനല്ല എന്താ സംഭവം? എന്താ ലൈവ് ചെയ്യുന്ന മൂടില്ലേ? എന്താ ഇങ്ങനെ മൂടെല്ലാം ഇങ്ങനെ ചിരിച്ച് സംസാരിക്കാത്തത്? എനിക്ക് വലിയ മൂടില്ല സത്യം പറഞ്ഞ. പ്രോ സ്ട്രീം ആയിക്കോട്ടെ, എനിക്ക് വലിയ മൂടില്ല. കാര്യം പറയാം. SDK വീഡിയോസ് ആണ്. ഓക്കെ SDK വീഡിയോസ് ഉണ്ടാലോ. ഓക്കെ എടാ ഈജിപ്തിലേക്ക്. ഓക്കെ ഈജിപ്തിൽ എന്തായാലും പോകുമ്പോൾ മൊത്തം ഈജിപ്തിനെ കുറിച്ച് മൊത്തം നമുക്ക് അറിയണം. ഓക്കെ മൊത്തം ഒന്നും അറിയണമെങ്കിൽ അത്യാവശ്യം എന്താ ചെയ്യേണ്ടത് എന്തെങ്കിലും അറിയണം. പൊട്ടനെ പോലെ ഒന്നും അറിയാത്ത സ്ഥലത്ത് ഒരു എട്ടും മുട്ടും അറിയാണ്ട് പോകുന്നത് മണ്ടത്തരാന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലാവും? അപ്പം ഓക്കെ എന്ത് SGK വീഡിയോസ് ആണ്. എന്ത് സഫാരിയാ മറ്റേ സഞ്ചാരമാണ്. അത് കാണാൻ വേണ്ട വേറെ ഈജിപ്തിൽ ചെയ്യാൻ പറ്റുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. അത് നമുക്ക് സെർച്ച് ചെയ്ത് വീഡിയോ ആണ്. ഓക്കെ ഈജിപ്തിൽ പോക്കാണല്ലേ? നീ ട്രിപ്പ് വരുന്നില്ല? നീ ട്രിപ്പ് വരുന്നുണ്ടോ? നീ ട്രിപ്പ് വരുന്നുണ്ടോ? കണ്ണൂരൊന്നല്ലോ. നീ ട്രിപ്പ് വരുന്നുണ്ടോ? ഈജിപ്തിലേക്ക് നീ വരുന്നുണ്ടോ? അല്ല ട്രിപ്പ് വരുന്നുണ്ടോ? എന്തുവാ എടാ നമ്മള് മറ്റന്നാൾ പോകുന്ന ടിക്കറ്റ് എടുത്ത്. നീ ഇല്ലല്ലോ ട്രിപ്പില്? ഇല്ലല്ലോ. എന്നാ പോയിക്കോ. നീ ട്രിപ്പ് വരുന്നില്ല? എന്നാ പോയിക്കോളാം. ട്രിപ്പ് പോയി കുറച്ച്
ബ്രോ പ്ലീസ് സ്റ്റോപ്പ് ഷോ മമ്മു. എടാ മമ്മൂനെ കാണണ്ടെന്ന് അനിൽ പറഞ്ഞു. കുമാർ donated വിട്ടോ മമ്മു, 40 മമ്മൂനെ രൂപ കാണണ്ടെന്നാ through പറയുന്നത്. Google വിട്ടോ Pay. Egyptian belly dance നോക്ക്. സ്ഥലം വിട്ടോ. ഈജിപ്ഷ്യൻ ബെല്ലി ഡാൻസ്. ഓ ലെറ്റ്സ് ഗോ. എടാ ഓക്കെ ഈജിപ്തിൽ പോയാ ലിസ്റ്റ് ഇട്ടോടാ മാക്ക. യോ മാക് ബെല്ലി ഡാൻസ്. ഓടാ സീയെ ഞാനും വരട്ടെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ. എടാ പോടാ മയില്, നിന്നും കൂട്ടൂല. ഞാനും മാക്കും മുത്തേടെ ബെല്ലി ഡാൻസ്. എടാ ഗുഡ് ഐഡിയ മുത്തേ, ഡബ്ല്യൂ ഐഡിയ മുത്തേ. ഇതാ വ്യൂവേഴ്സിനോട് അഭിപ്രായം ചോദിച്ചാൽ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ കിട്ടും. എടാ മാക്ക ലിസ്റ്റ് ഉണ്ടാക്ക്. ഓക്കെ അടുത്ത പറ. ഓക്കെ ഒന്ന് ബെല്ലി ഡാൻസ്, പിന്നെ ബെല്ലി ഡാൻസ് കാണട്ടെ. ഈജിപ്ഷ്യൻ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പറ. ഈജിപ്തിലെല്ലാം പോന്നോക്കെ ഫ്ലൈറ്റിൽ കുറെ തൊടയെല്ലാം കാണിച്ച കുറെ ഗേൾസ് ഉണ്ടോ? മുത്തേ നമ്മ പൊമ്പിള്ളടെ കാണാത്തൊന്നല്ല. വാണം വിട്ടേക്കല്ലേ, ഫ്ലൈറ്റ് ആണ്. എടാ നീ ഒന്ന് എണീച്ച് പോവാ മൈര, ഞാൻ നീ ഒന്ന് എണീച്ച് പോവോ? നീ എന്താ ഇന്ന് മൊത്തത്തിലൊരു ലോ എനർജി? എന്താടാ മമ്മു സാധാരണ ഇങ്ങനെയല്ലല്ലോ. ഇതെന്താടാ സംഭവം? എടാ അത് വിടറാ, ഏതോ ഫേക്ക് പറ്റിച്ചെന്ന് പറഞ്ഞു ഡൗൺ ആന്ന്. അത് നമ്മളെ അന്നെ പറ്റിച്ച്. അതിനെന്താ പണ്ടല്ല അന്നെ എത്ര ആൾക്കാർ പറ്റിച്ചിട്ടുണ്ട്. നീ പണ്ടത്തെ തന്നെ ലൈവ് എടുത്ത് നോക്ക്, എത്ര ആൾക്കാർ എന്നെ പറ്റിച്ചിട്ടുണ്ടോ? എത്ര ഫേക്ക്. അതിനെ റിയൽ ആണെന്ന് എങ്ങനെ വിശ്വസിച്ചു? നീ ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഭയങ്കര മോശമായിട്ടോ. കാര്യം പറഞ്ഞ ഒരു തീരെ ഒരു സുഖമില്ല. 1K ഫോളോവേഴ്സ് നോക്ക്. ഞാൻ വിചാരിച്ച ഒരു 10, 32, 200 സംതിങ് ഫോളോവേഴ്സ് എല്ലാം കണ്ട് ഞാൻ ഫേക്കാണ്. ഈ കേസിന് വിട്. ഇനി വേറെ സംസാരിക്കണം. എന്തായാലും ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞു തീർക്കാം. എന്നിട്ട് ഞാൻ 1K ഫോളോവേഴ്സ് വിചാരിച്ചോണ്ടല്ല ഞാൻ വിശ്വസിച്ചു. ഇനി അതും വീഡിയോ കോൾ വിളിച്ച്, ശരിക്കും പെണ്ണ് വീഡിയോ കോൾ വിളിച്ചോളൂ. വീഡിയോ കോൾ വിളിച്ചോ? മാക്കിനോട് ചോദിച്ചു. വീഡിയോ കോൾ വിളിച്ചിട്ട് എങ്ങനെ പിന്നെ പറ്റിച്ചത് മനസ്സിലായില്ല. വീഡിയോ കോള് പെണ്ണ്, വീഡിയോ കോള് പെണ്ണെന്നെ. പിന്നെ എങ്ങനെ പറ്റില്ല? അവരെ ഫ്രണ്ട് ആയിക്കും എന്നെ പറ്റിക്കാൻ വേണ്ടിട്ട് എത്ര എന്തോ ആക്കാല. അത് വിട്ട് ബ്രോ. എനിക്ക് ഇന്നലെ മീറ്റ് ചെയ്യാൻ പോയി. അതെന്തായത്? പോയിട്ട് അലി കഫേ പോയിട്ട് എന്തായത്? അലി കഫേ പോയി അവിടെ പോയി ഇരുന്ന് ഒരു 10-15 മിനിറ്റ്, അരമണിക്കൂർ പറയാ അവിടെ വെയിറ്റ് ചെയ്ത് 2 പിള്ളേരായിരുന്നു നമ്മള് നേരെ മുമ്പിലിരുന്നു. എന്നെ എന്തായാലും മനസ്സിലാവല്ലോ, ഞാൻ എന്തായാലും എന്റെ ലൈവ് ചെയ്യുന്നു. എന്നെ കണ്ട് മമ്മു അല്ലേ ആയിന്നല്ലാക്കി. പിന്നെന്തെന്ന് പറയുന്നത്, മമ്മു ഞാന് അഫ്സലാണ്. പക്ഷെ ഏത് അഫ്സലാണ് എനിക്ക് അറിയില്ലല്ലോ. അല്ലെ നിന്നെ എല്ലാ ദിവസവും വീഡിയോ കോളിലും വിളിക്കുന്നുണ്ട്. അല്ലെ ഏത് വീഡിയോ കോളും ഞാൻ ചോദിച്ചു. പോട്ടെ സംഭവിച്ചു മതി. എനിക്ക് ബാക്കി കേൾക്കണം എന്നില്ല. എനിക്ക് മനസ്സിലായി നീ പറ്റിക്കപ്പെട്ട്, നീ ഹേർട്ടാണ്, നീ സങ്കടത്തിലാണ്, എല്ലാം എനിക്ക് മനസ്സിലായി. പക്ഷെ ഈ ഇതൊന്നും മാറ്റി, അത് കഴിഞ്ഞ് അത് മാറ്റി വിട്, സ്ഥലം വിട്. ഞാൻ പറയാ പോയിട്ടൊരു വാണം വിട്ടിട്ട് അപ്പൊ ഹാപ്പിയോ? നമ്മള് എല്ലാ ദിവസവും ഇങ്ങനെ വാണം വിട്ട് ജീവിച്ചാ മതിയാ. എന്താ മോട്ടിവേഷൻ ക്ലാസ്സാ? ഞാൻ പറയാ എല്ലാ ദിവസവും ഇങ്ങനെ വാണം വിട്ട് ജീവിച്ചാ മതിയാ. ഇടയ്ക്കൊരു കളിയെല്ലാം വേണ്ടേ? നല്ലൊരു കളി കളിക്കാനും മൂടുണ്ട്. ഇന്നലെ ഞാൻ ഒരു പാക്കറ്റ് സിഗരറ്റാ വലിച്ചു നിർത്തി. അറിയോ, എനിക്കിപ്പോ കള്ളു കുടിക്കാനുള്ള ആഗ്രഹമുണ്ട്. നായിന്റെ മോനെ, ഞാൻ ഇവിടെ കള്ളു കുടിക്കാൻ വേണ്ടി ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞേ? നീ എന്താ പറയാ? ബാഗ് എടുത്തിട്ട് നീ ഒരു മിനിറ്റ് ഒന്ന് എന്റെ മുഖത്തേക്ക് നോക്ക്. ഞാൻ ഒന്ന് കള്ളു കുടിക്കുക, ഒന്ന് ട്രൈ ചെയ്യാ. എനിക്ക് ആദ്യമായിട്ട് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായി. അപ്പൊ നീ എന്ത് മൂഞ്ചിത്തര കാണിച്ചത്? ബാഗും എടുത്തിട്ട് എന്ത് ഷോ ആയിരുന്നു? അന്നേരം അങ്ങനെയല്ലേ ഉണ്ടാവും മുത്തേ. അതെല്ലാം വിട്. അത് ഇപ്പൊ ടെൻഷൻ ആവുമ്പോ ഇപ്പൊ എല്ലാവർക്കും കള്ളെല്ലാം കുടിക്കണമെന്ന് തോന്നും. എന്താ ഇത്രയും ടെൻഷൻ? നീ ഒന്ന് പോയടാ കുണ്ണ. ഒരു ഫേക്ക് പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് ഇത്രയും ഓവർ ഷോ ഓഫ്. നീ ഒന്ന് പോയാ. നീ ലോകത്ത് എത്ര ഡിപ്രഷൻ ഉണ്ടെന്ന് അറിയോ? ഫേക്ക് പറ്റിച്ചതാ ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം. പൊട്ടരാ നീ. എന്ത് കുടിക്കും? കള്ളൊന്നും കുടിക്കാനൊന്നും നടക്കൂല മോനെ. നിന്റെ ഉമ്മാനോട് ഞാൻ എന്ത് പറയും? ഉമ്മ അറിയുന്നില്ല. ലൈവിലാടാ മൈര ഉള്ളത്. നീ മൈര് വർത്താനം പറയല്ലോ നീ. ഇപ്പൊ റൂട്ടറും പ്രോയിലും അതും 15 റുപ്യ കൊടുത്തിട്ട് കാണല്ലോ എന്റെ മോനെ ലൈവ്. ഓടാ പൂറി മോനെ. ഈടാ നോക്കിയ ഫോൺ ഉപയോഗിക്കുന്ന എന്റെ ഉമ്മ റൂട്ടറും വെച്ചിട്ട് 15 റുപ്യക്ക് ഇതാണ്ട. ഇതെന്ത് കാര്യം പറയട്ടെ, ഞാൻ ഇന്നലെ ഒരു പാക്കറ്റ് സിഗരറ്റ് വലിച്ചു. പാക്കറ്റ് ഇപ്പം ഉണ്ടാണ്. നിങ്ങളിന്ന് തന്നെ കൂട്ടാണ് പുറത്തു പോയില്ലേ? കാരണം എന്താ? ആ ഒരു ടെൻഷൻ. ആ പുണ്ടച്ചി മോൻ എന്നെ പറ്റിച്ചു.
ഒരു റിയൽ ഒരു ഗേള് പോലും വരുന്നില്ല. പോട്ടെ നീ ഇതാലോ നിങ്ങളോടല്ല ഒരു സന്തോഷം എനക്കുണ്ട്. പക്ഷെ അർജന്റീന കപ്പടിച്ചേരോ ആ ഒരു സെലിബ്രേഷൻ നമ്മള് അടിച്ചു പൊളിച്ച്. പക്ഷെ അതിന്റെ പിറ്റേന്ന് തന്നെ ഈ ഒരു പുണ്യം വന്നു. നീ പോ. എന്ത് പോന്നു? ഒരു വിഷമവും ഇല്ലേ എനക്ക്? നീ എന്തെങ്കിലും വയലന്റ് ആണെന്നാ വീഡിയോ കോള് വരെ പെണ്ണാണ് ആടെ എത്തിയിട്ട് പിന്നെ അവന്റെ കുണ്ണ കാണാൻ വേണ്ടിട്ട് ആടെ പോയിനി. അത് മേക്കുണ്ടേനു, ഞാനും മേക്ക പോയിനി. മമ്മു പഴയ പോലെ അല്ലേ? മമ്മു കുറച്ച് അഹങ്കാരം, മമ്മൂന് അഹങ്കാരം വരുന്നുണ്ടടാ. അതാ എനിക്ക് തോന്നിയാണോ? മമ്മൂന് കുറച്ച് അഹങ്കാരം കൊടുത്തില്ലടാ. ഞാൻ എന്തായാലും കുടിക്കും. നീ കുടിച്ചിട്ട് നീ നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. ഞാൻ കുടിക്കാണ്ട് നീ ഒരു തുള്ളി കുടിക്കൂല കേട്ടില്ല. ഞാൻ കുടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ നീ ഇത്രയും ഷോ കാണിച്ചത്. കള്ളു കുടിച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ ഇല്ല നീ കുടിക്കൂല. എന്റെ ഒന്നിച്ച് എന്റെ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം നീ കുടിക്കൂല. ഒന്നിച്ചല്ലേ ഇപ്പൊ എവിടെയാണ് ഈജിപ്ത് ഏതോ കുണ്ണയിലാട്ടം പോകുന്നില്ലേ? അന്നേരം ഞാൻ കുടിച്ചു. നാട്ടിൽ പോന്നില്ലേ? നാടാ എടാ നമ്മ പോയിട്ട് വരുന്നവരെ വീട്ടിൽ പോയിട്ട് വാ. എന്തിനു പൊരക്കോടാ? എന്തിന് വെറുതെ വീട്ടിൽ പോയിട്ട് വാ. വെറുതെ വീട്ടിൽ പോവാൻ എനിക്ക് കൊച്ചി ഇത്ര ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. കൊച്ചി എല്ലാം. എടാ ഞാനും മേക്ക് പോയി കഴിഞ്ഞാൽ നീ ആരും ഒന്നിച്ചോ? അച്ചായനും ഒന്നിച്ചോ? അച്ചായനാണെങ്കിൽ അച്ചായൻ ഇപ്പം ബിസിയാവും. അച്ചായൻ പുതിയ പെണ്ണുമായി ഫ്രണ്ടുമായി അന്നത്തെ ലെവലിൽ പോകുന്നത്. വെറുതെ ഇടങ്ങാറാക്കണ്ട. വീട്ടിലേക്ക് പോകും. 10 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു നമ്മ 1-ാം തീയതി ആകുമ്പോഴേക്ക് വരും. 1-ാം തീയതി വരില്ല, 10 ദിവസമല്ലേ? അത് ഇതായിക്കൂടെ? 10 ദിവസം നീ ഇവിടെ ഒറ്റക്ക് വെക്കാനോ? പണിക്കൂ. അവിടെ പണിക്ക് പോകാൻ നിന്നെ ആര് പണിക്കെടുക്കാൻ? നിനക്ക് ആര് പണിയാൻ? അതെല്ലാം തരും. മമ്മൂന് കൊച്ചിയിൽ അറിയോ? IG Zycoculin donated 40 രൂപ through Google Pay. പൊണ്ടച്ചി മോനെ ഒന്ന് കുനിഞ്ഞു നിന്ന് തരുമോ? ഇവരാരാന്ന് മനസ്സിലായി എനിക്ക്. ഈ സൈക്കോ കള്ളൻ പട്ടിക്കുണ്ണ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ഓൻ അവ എടുത്ത് ഓൻ റെക്കോർഡ് ചെയ്തിട്ട് കാത്തിക്കുന്നു. ഓന്റെ ഇൻസ്റ്റയില് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെ നീ കണ്ടന്റ് മൂടറാ മൈര നീ പട്ടി. നീ എത്ര ദിവസമായിട്ട് ഫുഡാക്കാതെ? ഒന്ന് ഫുഡാക്കടാ. ചപ്പാത്തി കോഴിക്കറി. അതിന്റെ മോനെ പുറത്തുനിന്ന് വാങ്ങിയ ചപ്പാത്തി കോഴിക്കറി ഉണ്ടാക്കിയത്. നീ ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ ഫുഡ് ഉണ്ടാക്കുന്നത് ഭയങ്കര പോരാട്ടാ. കിക്ക് മമ്മു എൽ മമ്മു മൊത്തം മമ്മു എൽ മമ്മു കിക്ക് മമ്മു മമ്മു പോണ അധികം അവിടെ കാര്യോടെ ഇവര് അവിടെ ശരിക്കും ഇവര് അഹങ്കാരം കൂടിയാടാ. ഫസ്റ്റ് വന്നപ്പോഴുള്ള മമ്മു അല്ലടാ ഇത്. ലൈവാ? നീ എന്താ എന്നെക്കാളും മുകളിലേക്ക് പോകാനുള്ള പരിപാടിയാ? ആശാന്റെ തലയിൽ എനിക്ക് സന്തോഷമുള്ളൂ നീ ലൈവെല്ലാം ചെയ്യുന്നതിന്. പക്ഷെ എന്താ നീ പെട്ടെന്ന് എന്താ കുറച്ച് പൈസ ഉണ്ടാക്കണം. ഇങ്ങനെ ഒരേ മാമ്പട്ടി ജീവിച്ചാ മതിയാ. ഒരു കളി കളിക്കണം. ആ ഒരു കളി കളിച്ചാലുണ്ടല്ല ഞാൻ ഹാപ്പി. എന്ത് പറയുന്നു? ചെറിയ ചെക്കനാ. ചെറിയ ചെക്കനൊന്നല്ല. മുട്ടേന്ന് വിരിയാത്തവന് കളിക്കണം എന്നല്ലടാ വന്നിട്ട് പറയുന്നത്. നിന്റെ ഉപ്പാന്റെ വയസ്സുണ്ടോ? എനിക്ക് 25 വയസ്സുണ്ട്. എനിക്ക് ഞാൻ എന്റെ മുന്നിൽ വന്നിട്ട് നിനക്ക് കളിക്കണം എന്നല്ല പറയാം. എനിക്കൊരു റെസ്പെക്ട് ഇല്ലടാ. നീ ശരിക്കും അഹങ്കാരിയായി മാറിയടാ. സത്യം പറയാ ഭയങ്കര അഹങ്കാരായി. കാര്യം അവനൊരു പെണ്ണ് സെറ്റാക്കി കൊടുക്കുക. ഇവർക്ക് പണ്ടല്ല ഞാൻ സെറ്റാക്കി കൊടുക്കുക. കാര്യം പറയാ. ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം ഫേക്ക് വരും. ഏതെങ്കിലും ഒന്ന് മതിയടാ. ഒരു ഗേള് മതിയടാ. അവിടെ നീ ആദ്യം പ്രേമിക്ക്. നീ എന്താ ഈ കളി എന്ന് പറഞ്ഞ മൈൻഡിലേക്ക് പോകും. നീ ആദ്യം ഒരു പെണ്ണ് പ്രേമിക്ക്. നീ എന്താ ഡയറക്റ്റ് കളി എന്ന് പറഞ്ഞിട്ട് സൗത്തിലാട്ടം പോയിട്ട് ഒരു വെടിയും. നികേഷ് വി ഡൊനേറ്റഡ് 40 രൂപ through Google Pay. കാര്യം എന്തെങ്കിലും ആയോ? ഇല്ലടാ വാക്സിന്റെ കാര്യം ഒന്നും ആയിട്ടില്ല. ഒന്നും ആയിട്ടില്ല. ഈ എറണാകുളത്ത് ഏതെങ്കിലും വെടീനെ കിട്ടുന്ന സ്ഥലം എടാ നീ പോയപ്പുറത്തെ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കും ഇൻസ്റ്റയിൽ. എടാ നീ പോയ മമ്മു തമാശ കളിക്കല്ലേ? സ്ഥലം വിട്. കാര്യം പറഞ്ഞാണ് എനക്ക്. സ്ഥലം വിട്. ഓക്കെ നമ്മൾ അവിടെ നിർത്തിയത് ബെല്ലി ഡാൻസ്. ഓക്കെ ഈജിപ്തിൽ പോയാ ഇവളെല്ലാം കിട്ടിയാളുണ്ടല്ലോ. ഞാനീ മറ്റേ എന്താ കടി കേറിയ ഓരോ ദിവസം നീ കടി കൂടി വരാന്നട്ടാ. ഇവനെ MRC കയറ്റിയത് മിസ്റ്റേക്ക്. എടാ ഇതെന്താ തൊടയിലത്? എടാ ഇവനെ MRC കയറ്റിയത് മിസ്റ്റേക്ക് ആയി. ഇവനെ അഹങ്കാരം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. MRC ഇവനെ പുറത്താക്കിയാലോ? ഞാൻ കാര്യം പറയട്ടെ, ഞാൻ നന്നാവും. ഇനി മുതൽ എല്ലാ ദിവസവും ഫുഡ് ഉണ്ടാവും. ഒരു കളി
അതാ പറഞ്ഞ കളിവാണെന്ന് പറയുന്നതാ. അത്ര പഠിച്ചിട്ടൊന്നും വേണ്ട. ഒരു 1500 നല്ല ഉണ്ടാവില്ല, ഇന്ത്യൻ പെണ്ണുങ്ങളുണ്ടാവില്ല. അത്രക്കും ആഗ്രഹമുണ്ട് കളിക്കാൻ. ടീക്കല മീനാക്ഷി എന്ന് വിളിക്കുമ്പോ മീൻ തുടങ്ങിയാൽ എന്റെ സാധനം ഇങ്ങനെ പോകും. കാര്യം അനക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റില്ല. എന്താണ് ഈ ജനറേഷൻ ആടെയാണ് എത്തിയത്? ചെറിയ ചെക്കനടാ. ഡെയിലി ഒരു 3 പ്രാവശ്യം വാണം ആ ഒരു സുഖം കളിച്ചതിന് കിട്ടുമോ? ആ കളിക്കുമ്പോ വേറെ തന്നെ ഒരു സുഖല്ലേ. നീ ഇതുവരെ കളിച്ചിട്ടുണ്ടോ? എനിക്കറിയാം കളിക്കുമ്പോ എനിക്ക് സുഖം ഉണ്ടല്ലോ. എനിക്കറിയാം. അല്ല പറയുന്ന കേട്ടിനി വാണം വിടുന്ന ലൈഫ് സെറ്റ് ആക്കടാ ആദ്യം. നീ എന്താ 40 രൂപ ത്രൂ ഗൂഗിൾ പേ. കണ്ണൻ ഒരിക്കലും പെണ്ണ് കിട്ടൂല. ഒരിക്കലും കിട്ടൂല. പുണ്ടച്ചി മോനെ അമീൻ ഏക്കെ ഊറിമായ എന്റെ പിള്ളേരെ തെരുവിളിച്ചാന്റെ സ്വഭാവം പറയാം. കാര്യം പറയാം. മയില് MRGക്ക് മെമ്പർ ഉണ്ടാകുന്ന ഞാൻ നോക്കൂല. ഗ്യാങ്ങും പറയുന്ന ആടിയില്ല. എന്റെ പിള്ളേരെ പറഞ്ഞ എന്റെ സ്വഭാവം മാറും. കേട്ടില്ല? ഇവനെ കയറ്റി അയക്കുന്നു. ഞാൻ സത്യമായിട്ട് ആലോചിക്കുന്നുണ്ടോ ഇവനെ കയറ്റി അയച്ചാലോ? ചാറ്റ് പറയും ഇവനെ കയറ്റി അയച്ചാലോ? എന്താക്കാന് ഇവരെന്താ പെണ്ണ് പെണ്ണ് എന്നിട്ട് എന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടി മാമാപ്പണി എടുക്കാം. നിനക്കൊരു പെണ്ണിനെ ഞാൻ സെറ്റാക്കി തന്ന് നിനക്ക് അവിടെ കടത്തി തരാൻ. ഒറ്റ കുത്ത് ഞാൻ കുത്തുവേ. ഇല്ല ഞാൻ പാർട്ടിക്കില്ല. ഞാൻ പാർട്ടി നിർത്തി. ഞാൻ അവിടെ സോഫ പോയിരിക്കും. നീ പോയി ചോദിക്കാം എന്റെ ഒരു ഇതായിട്ട് നല്ല മാറി. നീ കൊറേ മാറിപ്പോട്ടോ. കൊറേ മാറിപ്പോ. നീ അപ്പുറത്തോ ഞാൻ ഇത് ലൈവ് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അതിന്റെ കളി ഒരു ഓൾസ് ഏടെങ്കിലും ഉണ്ടെങ്കിലുണ്ടല്ല നല്ലൊരു അടി അടിക്കേ ലൈവ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. നീ വിട്. നീ സ്ഥലം വിട്. ഒരു കാര്യം ലൈവ് കഴിഞ്ഞിട്ടാണ് കളിക്കണം. നീ അപ്പുറത്തോ ഞാൻ സെറ്റാക്കാം. ഞാൻ വൃത്തി കൂമിട്ട് എടാ മമ്മു തമാശ കളിക്കാം. തമാശ പറയുന്നല്ല. നമുക്കൊരു പെണ്ണിനെ സെറ്റാക്കി നീ മുമ്പിത്തരും അങ്ങനത്തെ കാര്യങ്ങൾ ലൈവ് പറയാൻ പറ്റും. നീ ഒന്ന് ആലോചിച്ചോടാ. നീ നാട്ടിൽ നിന്ന് ഉമ്മലും കേൾക്കൂടാ. നീ ഒന്ന് ആലോചിച്ചോക്കടാ. ഈ ജനറേഷൻ എല്ലടാ സ്ക്രിപ്റ്റ് ആണ്. എന്റെ ഉമ്മ സത്യം സ്ക്രിപ്റ്റ് അല്ല. ഇവന്ത് ഇവരിപ്പോ ക്യാരക്ടറെ മാറിടാ. നീ ആലോചിച്ച് നോക്കിയേ. ഇവൻ ലൈവിൽ ഇത്ര ആൾക്കാർ കാണുമ്പോ എന്നോട് ഊമ്പി നായിന്റെ പോലെ ഉണ്ണ പിടിക്കുന്നത്. ലൈവിൽ ഇത്ര ആൾക്കാർ കാണുമ്പോ ഊമ്പിത്തരാന്നെല്ലാം പറയാം. നീ ഒന്നും ആലോചിച്ച് നോക്കിയേ. പിന്നെ വീട്ടുകാർ നാട്ടുകാരിൽ ഇത് കാണുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. കടി തീർക്കാൻ പറ്റും. എന്തെങ്കിലും പറഞ്ഞു തീർക്കാം. എന്തെങ്കിലും പറയാ. ഓക്കെ അവിടെ നീ പോ. അപ്പുറത്തോ റൂമിലേക്കോ എടാ റൂമിലേക്ക് പോടാ മയില്. റൂമിലേക്ക് പോടാ. എടാ മേക്ക ചെറിയൊരു ഓൾസ് ആക്കി തന്നാ മതി. എന്റെ ഫോണാ വീണത്. എടാ അതാണ് ഞാൻ അടിക്കുക. നീ കൊറേ ഓവർ ആക്കുന്നുണ്ട്. നീ പോയെ മേക്ക ഒരു പൊസിഷൻ ആക്കിത്തരാം. നിന്റെ മുഖത്ത് ഞാൻ ഓട്ടാക്കി. ഇപ്പൊ അപ്പുറത്ത് വരും. ഞാൻ ലൈവ് ആണ്. തമാശ കളിക്കാതെ ഇപ്പൊ സ്ഥലം വിടും. ആ കുറച്ച് സംസാരിക്കും. ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ സെറ്റ് ആക്കി തരാം. എനിക്ക് പണ്ടല്ലേ ഞാൻ സെറ്റ് ആക്കി തരാം. ആ സെറ്റ് ആക്കി തരാം. നോക്കാം സെറ്റ് ആക്കാം. സെറ്റ് ആക്കി തരാം. ഇപ്പൊ റൂമിലേക്ക് വരും. ഇവനെ ഞാൻ മിക്കവാറും കയറ്റി വയ്ക്കും. ഞാൻ കയറ്റി വയ്ക്കും. മമ്മു ഹൈ ഒന്നല്ലടാ. എന്ത് ഹൈ ആയിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താ മയില്. കൊച്ചിയിലെ കൊറേ പിള്ളേരായിട്ട് ഈ നായിന്റെ കമ്പനി ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താ ഇവൻ എന്തെങ്കിലും കൊടുത്താ ഹയ്യാ. എടാ അതെങ്ങനെ മനസ്സിലാവും? ഹയ്യാന്നെങ്ങനെ മനസ്സിലാവും? അവനെ പിരിച്ചു വിടുന്നടാ. ഞാൻ പിരിച്ചു വിടും. കാരണം വെച്ചാൽ ഇവൻ എന്തായാലും ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇവനൊരു മയിലും ഉണ്ടാക്കാൻ അറിയില്ല. ഇവൻ ബിരിയാണി നെയ്ച്ചോറ് എല്ലാം ഉണ്ടാക്കാൻ അറിയാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കയറിയത്. ഇവന് ആകെ ചിക്കൻ കറി വെക്കാൻ അറിയാം. പിന്നെ എന്തോ ഒരു സാധനം വെക്കാൻ അറിയാം. അവറോട്ടി വെക്കാൻ അറിയാം. വേറെ ഒന്നും ഇവനറിയില്ല.
ചെക്കന് പൊടി കൊടുത്താന്ന്. അള്ളാന്റെ മുത്ത് ഇവിടെ കുറെ തെറിച്ച പിള്ളേരുണ്ട് ഈ ഏരിയയിൽ. പൊടിയാ മറ്റേ കൊടുത്ത ചെക്കന്. എടാ അതെങ്ങനെ മനസ്സിലാവും? എന്തെങ്കിലും ഹൈ ആണെന്നെങ്ങനെ മനസ്സിലാവും? ടെസ്റ്റ് ചെയ്യാനെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ പോയാടാ മയില്. അവൻ പട്ടി പട്ടി അവിടെ ഷോ ആടാ ഇവ ഇടക്കിടക്കെ വന്നിട്ട് ഇവന് ഇങ്ങനത്തെ അസുഖം ഉണ്ട്, ഷോ ഇറക്കുന്ന അസുഖം ഉണ്ട്. പക്ഷെ ആദ്യം അത്രയും പാവമായ ഒരാള് പിന്നെ എങ്ങനെ ഇത്രയും, അതാ നിനക്ക് അത്ഭുതമാണ്. ആദ്യം അത്രയും പാവമായിട്ട് ഇത് ഇക്കാന്ന് വിളിക്കണം, ഞാൻ എന്താ വിളിക്കണ്ട ഇക്കാക്കാന്ന് വിളിക്കട്ടെ, അങ്ങനെ അത്രയും ഇതായിട്ട് നിന്ന ആള് പിന്നെ എങ്ങനെയാ ഇങ്ങനെ ഡാർക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിഹേവിയർ പ്രായത്തിന്റെ ഗോതം കൃഷ്ണ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. മണ്ടനിന്റെ ലൈവ് കാണാനാണ് പ്രോ എടുത്തേ, ഇപ്പോ ലൈവ് ഇല്ല, അറ്റ്ലീസ്റ്റ് പറഞ്ഞുടെ നിനക്ക്. അവിടെ ലൈവ് ഇല്ലാത്ത ദിവസം ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, ലൈവ് ഇല്ലാത്ത ദിവസം ശരിക്കും ഞാൻ അങ്ങനെ ചെയ്യണം. ലൈവ് ഇല്ലാത്ത ദിവസം ഇവിടെ വന്നിട്ട് നിങ്ങളോട്, മീൻസ് ഇവിടെ വന്നിട്ടല്ല, ലൈവ് ഇല്ലാത്ത ദിവസം പിന്നെ ലൈവ് ഇല്ലല്ലോ, അപ്പൊ ഇവിടെ വരൂലല്ലോ. അപ്പൊ ലൈവ് ഇല്ലാത്ത ദിവസം ഞാൻ സ്റ്റോറി ആയിട്ട് ഇടണം, ഇന്ന് ലൈവ് ഇല്ലാന്ന് തൊട്ട്. സാധാരണ ലൈവ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയാന്ന് തോന്നുന്നു അല്ലേ? അവിടെ ഞാൻ ലൈവ് ഇല്ലാത്ത ദിവസം ലൈവ് ഇല്ലാന്ന് പറഞ്ഞിട്ട് സ്റ്റോറി ഇടണം, വേണ്ടല്ലോ? വേണോ? എടാ എന്താ സംഭവം എടാ, എനിക്ക് ചെറിയ റോ ആയിക്കൊണ്ട് ഞാൻ പറയുന്നതാണ്, അത് ആൾക്കാരൊന്നും കാണാത്തോണ്ട് ഞാൻ പറയുന്നതാണ്. എനിക്ക് ചെറിയ മൈൻഡിന് ചെറിയ പ്രോബ്ലം ഉണ്ട്, മനസ്സിലായി? എനിക്കില്ലേ ഈ അറ്റൻഷൻ ഡിസോർഡർ പോലത്തെ ഒരു പ്രശ്നമുണ്ട്. എനിക്കിത് ഞാൻ ഈ മൂഡ് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ വേറെ ഒന്നും ചിന്തിക്കൂല. എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉള്ളവരെ ഞാൻ മറന്നു പോകുന്നല്ല, അതുവരെ ഞാൻ ചിന്തിക്കൂല, ഞാൻ ഒന്നും ചിന്തിക്കൂല. ഞാൻ മൂഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ അതിലേക്ക് പോകും. പിന്നെ ഇല്ലേ ലൈവ് ഇല്ലാന്ന് സ്റ്റോറി ഇടേണ്ടത് പോയിട്ട് മാക്കിനോട് ലൈവ് ഇല്ലാന്ന് പറയാൻ പോലും ഞാൻ വിട്ടുപോകും, മനസ്സിലാവും? ഞാൻ മൊത്തത്തില് ഞാൻ ഔട്ടായ അങ്ങനെയാടാ, ഞാൻ മൈൻഡ് ഔട്ടായ അങ്ങനെയാ. ഞാൻ അങ്ങനത്തെ ഒറ്റ ഇരുത്തില് കട്ടിൻ്റെ അടിയിലെല്ലാം പോയിട്ട് ഒറ്റ കടത്തം കിടക്കുക, മനസ്സിലാവും? പിന്നെ ഫുൾ ഡേ കടന്നുറങ്ങും, അങ്ങനത്തെ എല്ലാം പ്രശ്നം എനിക്ക്, മനസ്സിലാവും? എനിക്ക് അങ്ങനെ വന്നിട്ട് ലൈവ് ഇല്ലെങ്കിൽ ഓക്കെ ഇന്ന് ലൈവ് ഇല്ല അങ്ങനെ വന്നിട്ട് അങ്ങനെ പറയണ്ട. ഏറ്റവും എനിക്ക് തോന്നുന്നു മാക്കിനെല്ലാം ഏറ്റവും ഇവിടെ ജോലി ചെയ്യുന്നതിൽ ഏറ്റവും എൻ്റെ ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവമാണ്. എനിക്കിങ്ങനെ ഇങ്ങനെ മൂഡ് സ്വിങ്സ് വരുവാടാ, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ആ ടൈം എനിക്ക് അറിയില്ല, ഈ മൈൻഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവും. അങ്ങനത്തെ വന്നിട്ട് ലൈവ് ഇല്ലാന്ന് പറയാനുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു മര്യാദ അങ്ങനെ ചെയ്യേണ്ടതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലടാ, അതുകൊണ്ടാവും ജസ്റ്റ് ഇൻഫോം എന്നാ. അവിടെ എനിക്ക് അറിയില്ലടാ, സോറിടാ. എനിക്കത് സാധാ ലൈവ് ചെയ്യുന്ന എല്ലാവരും അങ്ങനെ സാധാരണ ആൾക്കാർ അങ്ങനെ ചെയ്യലെന്ന് എനിക്ക് അറിയാം, പക്ഷെ എനിക്കത് പറ്റൂലടാ, എനിക്ക് അറിയില്ല. ഞാൻ എൻ്റെ ലൈവ് എപ്പോഴാണ് പ്രതീക്ഷിക്കുക, ഞാൻ കാര്യം പറയാല. ഞാൻ എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഞാൻ ലൈവ് ചെയ്യുന്നത് ഞാൻ തന്നെ ചിന്തിക്കൂല, ഇന്ന് ലൈവ് ചെയ്യണമെന്ന് ഞാൻ ചിന്തിക്കുക പോലും ചെയ്യില്ല. അങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ പെട്ടെന്ന് വന്നിട്ട് അങ്ങ് ഇവരോട് ആരോടും പറയില്ല, അങ്ങനെ തന്നെ വന്ന് സ്റ്റാർട്ട് ചെയ്യുക, മനസ്സിലായി? ചില ദിവസം ലൈവ് ഇല്ലെങ്കിലും ഇതേ അവസ്ഥയാണ്, ലൈവ് ഇല്ലെങ്കിലും ഇതേ അവസ്ഥ. ഞാൻ ഒന്നും ആരോടൊന്നും പറയില്ല, അങ്ങനെ തന്നെ പോയിട്ട് എവിടെയും കിടക്കും അല്ലെങ്കിൽ എവിടെയും പോകും. അങ്ങനെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടോ എനിക്ക്? വേറെ കുറച്ച് സാധനമുണ്ട് എനിക്ക് പറയാൻ പറ്റൂല. പിന്നെ ഇപ്പം പറയാൻ എനിക്ക് അറിയില്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിച്ചിട്ട് പറയാം. വേറെ കുറച്ച് പ്രശ്നമുണ്ട്. പീരിയഡ്സാ എടാ, അതല്ല എടാ അതല്ല എടാ, എന്താടാ എടാ അത് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് മൂടി കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ അറ്റൻഷൻ സ്പാനിന്റെ ആ ഒരു സംഭവമില്ല, നമുക്ക് കുറെ സമയം മനസ്സിലാവും. നമ്മൾ എന്തൊക്കെ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഞാൻ ഇപ്പൊ ഇതിൽ നോക്കിയിരുന്ന ഇങ്ങനെ നോക്കി ഞാൻ മണിക്കൂറുകളോളം ആയിരിക്കും, എനിക്ക് വേറെ ഒന്നും മനസ്സിലായി. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്, മറന്നു അങ്ങനത്തെ സീനുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് മൂഡ്സിന്റെ പീരീഡ്സിന്റെ മൂഡ്സ്. നികേഷ് വി ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി വാക്സിന്റെ കാര്യം ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ട് രാജസ്ഥാന്റെ ഫോളോവേഴ്സ് മുഴുവനും ഹിന്ദിക്കാരാണ്. രാജസ്ഥാൻ ഫോളോവേഴ്സ് ഹിന്ദിക്കാരായിക്കൊണ്ടാണോ ഇത് അവന്റെ സപ്പോർട്ട് കിട്ടാടുന്നെ? അങ്ങനെയാണ് സെറ്റാക്കണം. ഞാൻ വിചാരിച്ചു രാജസ്ഥാൻ അത്രയും എന്നെക്കാളും എത്രയോ ഇരട്ടി ഫോളോവേഴ്സ് ഉള്ള രാജസ്ഥാൻ സ്റ്റോറി ഇട്ടിട്ട് വരെ സപ്പോർട്ടൊന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ ഇട്ടിട്ട് വലിയ രാജസ്ഥാൻ സ്റ്റോറി ഇട്ടിട്ട് ആകെ 2000 രൂപ എന്നൊന്നും എനിക്ക് ഡൊണേഷൻ ആയിട്ട് കിട്ടിയത്. അപ്പൊ അതിനേക്കാൾ ഫോളോവേഴ്സ് കുറവുള്ള ഞാനിട്ട ആകെ അത്ര കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ചെയ്യാണ്ടെന്നത്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം, നോക്കാം. പക്ഷെ എനിക്ക് തോന്നില്ല വലിയ എമൗണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഡൊണേഷൻ കിട്ടുന്ന എമൗണ്ട് എനിക്ക് തന്നെ എന്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റി. 2000 രൂപ 3000 രൂപ എല്ലാം ആകെ ഡൊണേഷൻ വരുക, മനസ്സിലാവും. അതാണ് ഞാൻ പിന്നെ അങ്ങനത്തെ ഈ ചാറ്റ് സ്ട്രീം പോലത്തെ പരിപാടിയൊന്നും ചെയ്യാത്ത. ഗോ ഗെറ്റ് എ തെറപ്പിയിൽ ചെയ്യുന്നുണ്ട്. സെറ്റാവും. ഓക്കെ, അതെല്ലാം കൂടി മുത്ത
ലെറ്റ്സ് ഗോ ടു ഈജിപ്ത് ബ്രദർ. ലിസ്റ്റ് പറ. ബെല്ലി ഡാൻസ്. ഓക്കെ, ബെല്ലി ഡാൻസ് ലിസ്റ്റിൽ ആഡ് ചെയ്യണം. അവിടെ മാക്കാ. യോ മാക്, യോ ഉറങ്ങി തോന്നട്ടോ. എനിക്ക് പുറത്ത് പോയാൽ എനിക്ക് അറിയില്ല. അവിടെ ലിസ്റ്റ് ആരെങ്കിലും ഒന്ന് ലിസ്റ്റ് ആക്കിയാലോ, അല്ലെങ്കിൽ ഞാൻ ലിസ്റ്റിലാക്കിയാലോ. ആരും തന്നെ. റൂബൻ റൂബി ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി വാക്സിന്റെ വിഷയം ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ട് നോക്ക്, ആരെങ്കിലും വരും ഉറപ്പാണ്. ഇത് ആരെങ്കിലും ഒന്ന് ലിസ്റ്റ് ആക്കിയില്ലെങ്കിൽ നമുക്ക് എളുപ്പമായതിൽ മറന്നു പോകും. ഞാൻ ലിസ്റ്റ് ആക്കണം. എന്താ കൊറേ സമയം വിളിച്ചിട്ട് വരുന്നില്ലല്ലോ, പോയാ? ഓക്കെ, ഞാൻ ലിസ്റ്റ് ആക്കാൻ തോന്നുന്നു. ഒരു സാധനം കിട്ടില്ല. അടുത്തവരോട് അറിയില്ലേ, അവിടെ ലിസ്റ്റ് ആക്കണം. നമുക്ക് മൈൻഡിൽ നോക്കാം. ഓക്കെ, മൈൻഡിൽ നോക്കാം. ഇത് എന്തായാലും അത്രയും ഇമ്പോർട്ടൻ്റ്, എന്തായാലും മറന്നുപോയില്ല. ലിസ്റ്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഒന്ന് വലിയ ഡാൻസ്. അടുത്ത പറ പിരമിഡ്. യെസ്, പിരമിഡ്. രണ്ട് പിരമിഡ്. ഓക്കെ, പിന്നെ നിൽക്ക് ഞാൻ ബെല്ലി ഡാൻസ് കാണട്ടെ. ത്രൂ ഗൂഗിൾ പേ. തൊപ്പി അവന്റെ ഇൻസ്റ്റാ അക്കൗണ്ട് റീച്ച് ഹൈ ആക്കാനുള്ള ഷോ ആണ്. മമ്മു അങ്ങനെയാ? മമ്മുക്ക് അങ്ങനത്തെ മൈൻഡുണ്ടാവും നമുക്ക്. എടാ ഇപ്പൊ എല്ലാരും അങ്ങനെ ആക്കുന്നില്ല, അത് നോക്കണ്ടടാ. അത് അങ്ങനെ ചെയ്യുന്ന നമ്മൾ നോക്കണ്ട. ഇപ്പൊ എല്ലാരും ചെയ്യുന്നതല്ലേ. എടാ ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ഈ ബെല്ലി ഡാൻസ് കളിക്കുന്ന പെമ്പിള്ളറാ. ഒന്നുമില്ല, ഞാൻ അവിടെ പോയി ചെയ്തോളാം. നോക്കാം. എന്താന്നല്ലേ എന്ത് സ്മൂത്തടാ ഇവളെ വായ. മോനെ ഇത് ക്ലിയർ ഇല്ല. HD HD കണ്ടെന്തോ ഉപകാരം അറിയോ? നമുക്ക് പിടിക്കാൻ പറ്റും. അങ്ങനെയുണ്ട്, മനസ്സിലാവും. എന്താ വലിയ ഡാൻസ് എന്ന് പറഞ്ഞ പൊക്കളില്ലേ? തൊപ്പി ടൈം ഗെയിമൊക്കെ നിന്നോട് എന്തോ പേഴ്സണലായി കണ്ടന്റിനെ കുറിച്ച് പറയാനുണ്ട്. PRNU ടൈം ഗെയിമറാ? അതാരാ ടൈം ഗെയിമർ? ആരാ? വലിയ ഡാൻസ് ആണ്ട് പൊക്കള് കാണിക്കുന്നില്ലല്ലോ അവള്. പിന്നെ ഉണ്ടാമോ? വലിയ ഡാൻസ് ക്ലോസ് അപ്പ് പൊക്കിള് ഇംഗ്ലീഷ് വാക്കല്ലേ മറന്നു.
അനിൽകുമാർ ഡൊണേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. നമ്പർ 2 ഡെസേർട്ട് സഫാരി. ഡെസേർട്ട് സഫാരി വേണ്ടല്ലോ. അവിടെ പിരമിഡ്, ബെല്ലി ഡാൻസ്, ഇത് രണ്ടാണ് ഇപ്പൊ ലിസ്റ്റിലുള്ളത്. ഓക്കെ, ബെല്ലി ഡാൻസ് എന്തായാലും ഫസ്റ്റ് ബെല്ലി ഡാൻസ് ഒക്കെ മോളെ അല്ലോ. ഇപ്പൊ തന്നെ രീതിക്ക് പോവാം. ജ്യോതി ലക്ഷ്മി ഡൊണേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. എനിക്ക് നിന്നെ ഇഷ്ടമാണോ? നിനക്ക് എന്നെ കെട്ടാൻ പറ്റുമോ? അത് ജ്യോതി ലക്ഷ്മി ഇല്ല, ഇത് പെണ്ണല്ല. സത്യം പറഞ്ഞാൽ ഏതോ ചെക്കന് അമ്മേന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയക്കുന്നത്, ഈ സൂപ്പർ ചാറ്റ് ചെയ്യുന്നതാണ്. അമ്മേന്റെ ഫോണ് കട്ടോണ്ട് വന്നിട്ട് കട്ടിന്റെ അടിയിൽ കയറിയിട്ടാണ് ഇതെല്ലാം മെസ്സേജെല്ലാം അയക്കുന്നത്. ചെറിയ ചെക്കനാണിത്. എനക്കറിയാം. ഒരു ദിവസം ഞാൻ നിന്റെ അമ്മേനെ അറിയിക്കും കേട്ടോ. ഞാൻ കാര്യം പറയാതാ. ഒരു ദിവസം നിനക്കുള്ള പണി ഞാൻ തരും. ഞാൻ കാര്യം പറയാം. എനിക്കൊരു 80% എനിക്ക് ഉറപ്പുണ്ട് ഇത് അമ്മേന്റെ ഫോണെടുത്ത് ചെക്ക് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ഓള് തന്നെ വേണം കിട്ടുമോ? പിരമിഡ്, ബെല്ലി ഡാൻസ്. ഓക്കെ, ഇത് രണ്ടാണ് ഇപ്പൊ ഉള്ളത്. ഇത് രണ്ടോ ഉള്ളത്. വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറമത്തെ. ഇവളെ പേരെന്തായിരുന്നാ? ഇവളെ പേരെന്തായിരുന്നു? എനിക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ ഭയങ്കര കംഫർട്ട് ആക്കാൻ വേണ്ടിട്ട് എല്ലാവരും നോക്കി. അനുശ്വര രാജൻ സാറാണെങ്കിൽ ഓരോ സീൻ ഓക്കെ അല്ലേ പെർട്ടിക്കുലർ എനിക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ ഭയങ്കര കംഫർട്ട് ആക്കാൻ വേണ്ടിട്ട് എല്ലാവരും നോക്കിയിട്ടുണ്ട്. സാറാണെങ്കിൽ ഓരോ സീൻ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, ഡ്രസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, ആ സീൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറയണം. അതൊക്കെ എന്നോട് പ്രോപ്പർ പറഞ്ഞ് ഇതുവരെ ഓക്കെ ആണോ എന്നൊക്കെ എന്നോട് പ്രോപ്പറായി ചോദിച്ചാൽ അത്രയും കംഫർട്ട് ആക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ അധികം ആൾക്കാരൊന്നും ആ റൂമിനകത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല. കൂടെ ഉണ്ടായിരുന്നത് എന്റെ ചേച്ചിയും ശാന്തി ചേച്ചിയും. എനിക്ക് ആ സീൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഒരു എന്താ പറയാ, തലയിൽ ഭയങ്കര ഒരു ഹാർട്ടിൽ ഒരു ഭാരം കയറ്റി വെച്ചൊരു ഫീൽ ആയിരുന്നു എനിക്ക് ആ സീൻ കഴിഞ്ഞിട്ട്. ആ സീൻ ചെയ്യുമ്പോഴൊക്കെ ഒക്കെ നോർമലി ചെയ്തതിന് മുന്നേക്ക് നമ്മള് സാധാരണ പോലെ വർത്താനൊക്കെ പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞപ്പോ ഭയങ്കര ഒരു കാനം ഉണ്ടായിരുന്നു എനിക്ക് ടോട്ടലി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ശാന്തിശേഷനെ പോയി കെട്ടിപ്പിടിച്ച കുറെ സമയം നിന്നു. വാൾ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചു. കാരണം മേ ബി സാറ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി ആലോചിക്കുന്നതുകൊണ്ടായിരിക്കും. ബ്രേസർ ഇട്ടിട്ടാന്നല്ലേ ഇരിക്കുന്നത്. നീ ഇതെല്ലാം പറഞ്ഞിട്ടോള് പറഞ്ഞോള്. സുബ്ഹാനല്ലാ, ഇവക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവളെല്ലാം ആറാൻ പറഞ്ഞു പോയി. അടാ അടുത്ത പറ. ക്യാമൽ റൈഡ്. ക്യാമൽ റൈഡ് അടിപൊളി ആലേ. ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് ക്യാമൽ റൈഡ്. ഓക്കെ എന്തല്ലായി അവിടെ? ഇത് മറന്നു പോവോ? ലിസ്റ്റ് അവിടെ ഇത് മറന്നു പോകാൻ സാധ്യത ഉണ്ടാവും. ഓക്കെ, ഇതെന്തായാലും ഞാൻ ചെയ്യും കേട്ടോ. ഇതെല്ലാം ഞാൻ ലിസ്റ്റിലുള്ള എന്തായാലും ഞാൻ ചെയ്യും. മറ്റേത് ഞാൻ ചെയ്യുന്നില്ല. നേരത്തെ വേറെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നില്ല. എന്തായിരുന്നു? ഡെസേർട്ട് സഫാരി. അതൊക്കെ വലിയ ഇതില്ല. പക്ഷേ ഇത് മൂന്ന് ഞാൻ എന്തായാലും ചെയ്യും. ബെല്ലി ഡാൻസ്, പിരമിഡ്, ക്യാമൽ റൈഡ്. ഇത് മൂന്ന് ഓക്കെ. ഇത് മൂന്ന് ഓക്കെ. വേറെ ഏതെങ്കിലും ഉണ്ടോ? ഒട്ടകത്തിന്റെ പാല് എങ്ങനെ കറക്കുക? ഒട്ടകത്തിന് പാലുണ്ട് അല്ലേ? ഒട്ടകത്തിന്റെ പാല് ഇതെന്താ? വേണ്ട നമുക്ക് ക്യാമൽ റൈഡ്.
നോക്കാം, അപ്പോൾ കറക്കാൻ പറ്റുമെങ്കിൽ കറക്കാൻ നോക്കാം. ഓക്കെ ഓക്കെ, ഇത് മൂന്നാണ്. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞു. ഇത് 3 എന്തായാലും ലിസ്റ്റിൽ കൺഫേം. ഇത് 3 ലിസ്റ്റിൽ കൺഫേം. എന്താണ് ജ്യോതി ലക്ഷ്മി ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി ഞാൻ ചെക്കനല്ല പെൺകുട്ടിയാണ്, സംശയമുണ്ടെങ്കിൽ നമ്പറിലേക്ക് വിളിക്ക്. ശരിക്കോ? അവിടെ ഒരു നമ്പർ കിട്ടണമെങ്കിൽ സർവറിൽ കയറണമല്ലോ മൈ. ആ നമ്പർ കിട്ടൂല. ഒരു നമ്പർ ഞാൻ ഇതാക്കി തരാം. നമ്പർ കിട്ടും. നമ്പർ കിട്ടാനൊരു വഴിയുണ്ട്. നിനക്ക് നമ്മളെ ടെക്കിയുണ്ട് എടുത്തു തരും. നമ്പർ എടുത്തു തരും. എടാ നീയില്ലേ ഒരു ഹെൽപ്പ് ചെയ്യണം. നമ്മളെ ഇത് ഗൂഗിൾ പേ ഡൊണേഷൻ്റെ സെർവറില്ലേ, ഗൂഗിൾ പേൻ്റെ, അതിൽ കയറിയിട്ട് അതിലൊരു ജ്യോതി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇപ്പോൾ ഒരു ഡൊണേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 30 സെക്കൻഡ് മുമ്പ് വന്നതാണ്. ഇപ്പോൾ ലാസ്റ്റ് വന്നൊരു ഡൊണേഷൻ ഉണ്ട്. ഇപ്പം തന്നെ കയറി നോക്ക്. ഇപ്പം ജ്യോതി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് പേരുള്ളതില്ലേ, അതിന്റെ നമ്പർ ഒന്ന് എടുത്തു തരണം. ഇപ്പൊ തന്നെ നോക്കിയ ഒന്ന് ഇങ്ങോട്ട് വിളിക്കണേ നോക്കിട്ട്. നമ്പർ ഇപ്പൊ എനക്കൊന്ന് നമ്പർ ഇടക്കിടക്ക് കാണിക്കൂലെന്നല്ലേ, മറ്റേ എക്സ് ഇട്ടിട്ടാ കാണിക്കാൻ തോന്നല്ലേ, നമ്പർ കാണിക്കൂലല്ലേ. ജ്യോതി ലക്ഷ്മി അപ്പൊ ശരിക്കും പെണ്ണായിരുന്നു ഇത്രയും കാലം. അവിടെ എൻ്റെ മോൻ ഇത്രയും സപ്പോർട്ടുള്ളൊരു പെണ്ണ്. ഇവിടെ എല്ലാ ലൈവിലോട്ട് വന്നിട്ട് ഐ ലവ് യു അത് ഇത് ഇഴക്കൂടാ. ഇവിടെ എല്ലാ ലൈവിലും മനുഷ്യർ 40 രൂപ ഇടക്കിടക്ക് ഇങ്ങനെ ഡൊണേറ്റ് ചെയ്ത് ഓരോ സാധനം ആയിക്കോടാ. ഇങ്ങനെ എൻ്റെ മോനെ അവിടെ OG ഗേൾ ഫാനാണ്. അത് ശരിയായ OG ഗേൾ ഫാൻ. അത് നൈസാ, നിങ്ങൾ ആപ്പ് നൈസാലോ. ഇപ്പൊ എന്തോ കണ്ട, ഞാൻ ഇപ്പുറത്തെ സ്ക്രീനിൽ നോക്കായിരുന്നു. ഇപ്പൊ എന്തോ കണ്ട മറ്റേ കുണ്ടി എവിടെടാ കിട്ടുവാ? വേറെ വീട്ടിൽ മാറി.
ഡെബോ ഇൻസ്റ്റ ഇതെന്താ ഡെബോ? ഇതെന്താ കൊറേ സമയമായല്ല ഡെബോ ഇൻസ്റ്റ നോക്കുന്നത് എന്താ ഡെബോ എന്താ സംഭവം? എല്ലാരും ഡെബോ ഇൻസ്റ്റ എന്ന് പറയുന്നത്. ഡെബോ ഇൻസ്റ്റ എന്താ സംഭവം? നമ്പർ കിട്ടിയോട്ടെ. ഡെബോ ഇൻസ്റ്റ ഞാൻ നേരത്തെ ഡെബോ ഇൻസ്റ്റ സെർച്ച് ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല മോനെ. നമ്പർ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ശരി. ജ്യോതി ലക്ഷ്മി നിന്റെ നമ്പറിലേക്ക് വിളിക്കാൻ പറ്റുന്നില്ല മോളെ. നമ്പർ കിട്ടിയിരുന്നെങ്കിൽ വിളിക്കായിരുന്നു. ജ്യോതി ലക്ഷ്മിന്റെ നമ്പർ ഇല്ലാണ്ടായി പോയി. നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു. ഇതെന്തണ്ടി? ഇതാണോ ഡെബോ? എന്തുകൊണ്ടോ ഇത് മലയാളിയാ? റൊനോവേ ഇവളെവിടെയാ? ഏതും പുറത്തുള്ള ഏതും ടീം ഇവളാ? ആണ് പുറത്തെ ടീം അല്ലേ? ഇതാണോ ഫസ്റ്റ് വണ്ണോ? ഫസ്റ്റ് വൺ ഇതന്നെയല്ലേ ഫസ്റ്റ് വൺ? അതോ ഇതാണോ? ഇതെന്തണ്ടി? ഇതന്നെ സ്റ്റോറി നോക്കുന്നോ? സ്റ്റോറി എന്താ? In life where I find more joy. All the good girls go. നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനത്തൊന്നും ഇല്ലല്ലോടാ. Pretty woman, you got a fetish for my. So I cannot get back to you. It'll waist held down like a paperweight. She just ഹിന്ദിക്കാരിയാ? ഇത് പുറത്തുള്ള ലുക്ക് ഇല്ലല്ലോ ഇവക്ക്. ഹിന്ദിക്ക മല്ലുവാ ബ്രോ. what the fuck are you talking about? മലയാളിയാ? സീരിയസ്ലി? ഇതാ എന്റെ മോനെ. എനിക്ക് ഇവളൊരു കമ്പനിയാണോ? എനിക്കുള്ളൊരു കമ്പനിയാണോ? Mr. Dayal MJ donated 40 rupees through Google Pay. Check Egyptian model Salma Al Shini. Man. സീൻ വീഡിയോ കോൾ ചെയ്യാം. ഇൻസ്റ്റ ഇതിൽ കണ്ടിട്ട് ഫോണിൽ ഇൻസ്റ്റ കണ്ടിട്ട് bro, today is the day, brother, today is the day. മെൻഷൻ ഡ്യൂവിൻ്റെ സ്റ്റോറിയോ? നവംബർ 28. ഇവളെപ്പം എന്നെ മെൻഷൻ ചെയ്തേ? ഇവളെന്താ എന്നെ മെൻഷൻ ചെയ്തേ? അടാ അതെങ്ങനെയാടാ അറിയുക? അടാ ഇവളെന്നെ മെൻഷൻ ചെയ്തിട്ടാ മുന്നേ.
മീറ്റ് ഓക്കെ മീറ്റ് ചെയ്യാം അവനക്കാർ ഞാൻ നോക്കട്ടെ. ഇവളെന്നെന്തോ മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഹേയ് ടൈപ്പിംഗ് കൃതജ്ഞനായടാ. എനിക്കൊന്ന് എന്നാ ഓക്കെ, എനിക്ക് ഇനി ഒന്നും വേണ്ട. മുത്തേന്റെ ജീവിതം കംപ്ലീറ്റ് ആയി. എന്നാ ഓക്കെ. ശരിയടാ. ഓക്കെ സൂക്ഷിച്ചു പോയണം. ഓക്കെ സൂക്ഷിച്ചു, ഓരോ മെസ്സേജ് സൂക്ഷിച്ചു. ഓക്കെ എന്താ അയക്കണ്ടേ പറ. ഹലോ അയച്ചോളി ഇങ്ങോട്ട്. ഓക്കെ എന്താ അയക്കണ്ടേ അങ്ങോട്ട് പറ. പെർഫെക്റ്റ് റിസ്, ഒരു പെണ്ണിനെ റിസപ്പ് ചെയ്യാനുള്ള ഒരു പെർഫെക്റ്റ് ഒരു ലൈൻ പറഞ്ഞ. എവിടാ വീട്? ഏത് റിസാ? സാമ്പാറിലുണ്ടോ? ഒരു മിനിറ്റ്, സാമ്പാറിലോ? അവിടെ പോടാ. സാമ്പാർ ഒറ്റ ദിവസം ഷൂട്ട് ഉണ്ടായില്ല. സാമ്പാറിന്റെ മൊത്തം വീഡിയോ ആ ഫുൾ ഡേ ആടെ ഞാൻ ഉണ്ട്. ആടെ ഇങ്ങനൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ബാക്കി എല്ലാത്തിനും ഓക്കെ, ഇങ്ങനൊരു പെണ്ണിനെ ഞാൻ അവിടെ കണ്ടിട്ടില്ല. സാമ്പാറിലുണ്ട് ഇവള്. എന്റെ മോനെ, സാമ്പാറിലുണ്ട്. അവിടെ നമുക്ക് സാമ്പാർ കാണണോ? ഇവളെന്താ റിപ്ലൈ വന്നോ? എടാ എന്റെ ഡ്രസ് പോരാ. ഫെജോടെ എൻട്രി ടൈമിലുണ്ടെന്നാ. നോക്കട്ടെ. നമുക്ക് സാമ്പാർ കാണണം. സാമ്പാർ സെർച്ച് ചെയ്തപ്പം വന്നത് നോക്കി. ஈஸியா ஒரு சாம்பார். குக்கர் அடுப்பில் வச்சு தோரம்பருப்பு, வெங்காயம், தக்காளி, முருங்கக்காய், பச்சை மிளகா, 2 ஸ்பூன் சாம்பார் பொடி, உப்பு தேவையான அளவுக்கு, தண்ணி தேவையான அளவுக்கு, இது எல்லாத்தையும் சேர்த்து குக்கர்ல 3 விசில் விட்டுக்கலாம். இதுக்கு தேவையான அளவுக்கு புளி ஊற வச்சுக்கலாம். இப்போ நல்லா வெந்துருச்சு நம்மளுக்கு. இதுல நம்ம புளி தண்ணி சேர்த்துக்கலாம். புளி தண்ணி சேர்த்த பிறகு நல்லா கொதிக்க விடணும். இது கொதிக்கிற நேரத்தில் தாளிப்பு ரெடி பண்ணிடலாம். ஒரு பேன் அடுப்பில் வச்சு எண்ணெய், கடுகு, வெந்தயம், சீரகம், கருவேப்பிலை, சாம்பார்ல கொஞ்சோண்டு பெருங்காயத்தூள் சேர்த்துக்கலாம். தாளிப்பு எல்லாத்தையும் சேர்த்து ஒரு மிக்ஸ் பண்ணி விட்டுடலாம். லாஸ்டா கொஞ்சோண்டு கொத்தமல்லியும் நெய்யையும் சேர்த்துக்கலாம். சாம்பார் ஈஸியா ரெடி ஆயிருச்சு. ஈஸியா ஒரு சாம்பார் குக்கர் அடுப்பில் வச்சு தோரம்பருப்பு. ஓகே